നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. IAS തൃത്താല and JC വളാഞ്ചേരി വെബിനാർ സീരീസ് ട്രെയിനിങ് ഡേ 21 is hereby called to order. I invite Mubashira to have the prayer. Mubashira, please. Hello, sir. Okay, Mubashira, audible ആണ് ട്ടോ. സ്റ്റാർട്ട് ചെയ്തോ. ലോകൈകനായക രക്ഷിക്ക ഞങ്ങളെ മഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിൽ വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളെ ഭക്തി. ലോകൈകനായക രക്ഷിക്ക ഞങ്ങളെ മഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളെ ഭക്തി. സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാദ്രസാഗരമാക്കി. സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാദ്രസാഗരമാക്കി. കൈകോർത്തു യോജിച്ചു മുന്നോട്ടു പോകാൻ കാരുണ്യവാനേ സദ്ബുദ്ധിയേകൂ. ലോകൈകനായക രക്ഷിക്ക ഞങ്ങളെ മഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. Thank you. I invite Salima to have JC creed. Salima, please. ഹലോ സാലിമ, സ്റ്റാർട്ട് ചെയ്തോ. ഹലോ ഹലോ സർ. ഓക്കെ ഓഡിബിൾ ആണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോ. ഈശ്വര വിശ്വാസം മനുഷ്യ ജീവിതത്തിന് അർത്ഥവും ഉദ്ദേശവും നൽകുന്നുവെന്ന്, മനുഷ്യന്റെ സാഹോദര്യം രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന് അതീതമാകുന്നുവെന്ന്, സ്വാതന്ത്ര്യം മനുഷ്യരുടെ സ്വാതന്ത്ര്യ സംരംഭത്തിലൂടെ സാമ്പത്തിക നീതി കൈവരിക്കാമെന്ന്, ഗവൺമെന്റ് മനുഷ്യരുടേതിനേക്കാൾ നിയമങ്ങളുടേതായിരിക്കണമെന്ന്, ഭൂമിയുടെ ബൃഹത് നിധി മനുഷ്യന്റെ വ്യക്തിസത്തയിലാണുള്ളതെന്ന്, മനുഷ്യരാശിയോടുള്ള സേവനമാണ് ജീവിതത്തിന്റെ മഹത്തായ കർമ്മം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. I invite Rasina to welcome the gathering, please. ഹലോ റസീന, ഹലോ. Sir, audible now? Audible ആണ്. Okay. Good afternoon all. I'm Rasina, IAS mentor. As we know, we are in 21st day of our webinar series conducted by IAS English Higher Secondary School, collaborated with JC Valancheri. And my duty is to welcome all of you to this webinar series. First of all, I would like to welcome our faculty, Mind Tuner C. Razak sir, JCA President Amin sir, Dibe sir, Reji sir, Mujib sir, and our principal Shafi sir, and other members of JCI, and my dear teachers, students, parents, and a warm welcome to all of you. And enjoy all webinars and keep your support well. Thank you and have a nice day. Thank you. Address by Chair. എല്ലാവർക്കും നമസ്കാരം. JC വളാഞ്ചേരിയുടെയും അതുപോലെ തന്നെ IAS
തൃത്താലയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന വെബിനാർ സീരീസിന്റെ 21ാം ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രത്യേകതയായിട്ടുള്ള സി റസാഖ് സാർ, അദ്ദേഹത്തിന്റെ ടൈറ്റിൽ തന്നെ മൈൻഡ് ട്യൂണർ എന്നുള്ളതാണ്. അപ്പോ അത്തരത്തില് അറിയപ്പെടുന്ന റസാഖ് സാറുടെ ഒരു സെഷൻ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സന്തോഷം. തീർച്ചയായും ട്യൂൺ ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാം, ഈ റേഡിയോയിലൊക്കെ സാധാരണഗതിയിൽ ഒരു ബാൻഡ് ബട്ടന്റെ കൂടെ തന്നെ ട്യൂണർ ബട്ടൺ എക്സ്ട്രാ ഉണ്ടാവാറുണ്ട്. അത് ട്യൂൺ ചെയ്യപ്പെട്ടതിന് ശേഷം വീണ്ടും ചെറിയ രീതിയിലുള്ള എറേഴ്സോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ മാറ്റിക്കളയുന്നതിന് അതിന് സഹായകമാകാറുണ്ട്. തീർച്ചയായും നമ്മൾ എത്ര തന്നെ മുന്നോട്ട് പോയാലും ഏതൊക്കെ തരം സ്വപ്നങ്ങൾ കണ്ടാലും അതിലേക്ക് എത്തിയാൽ തന്നെയും ഒരു ട്യൂണിങ് ആവശ്യമായി വരാം. അങ്ങനെ ഏത് രീതിയിലാണോ നമുക്ക് അത് ഗുണകരമാവുക എന്ന തലത്തിലേക്ക് വളരെ ബൃഹത്തായ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വന്നിട്ടുള്ള സി റസാഖ് സാർ ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഒരു സ്നേഹ സന്തോഷ കടപ്പാട് കൂടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളിൽ എന്നും പറയുന്ന പോലെ തന്നെ ഷാഫി സാറുടെ ആ ഒരു എന്തൂസിയാസമാണ് ഈ ഒരു പ്രവർത്തനങ്ങളുടെ വിജയമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഷാഫി സാറോട് കൂടെ കടപ്പാടുണ്ട്. കാരണം ജെസി വളാഞ്ചേരി ഇതിനോട് തോൾ ചേർന്ന് നിൽക്കുന്നത് തന്നെ ഷാഫി സാറോടുള്ള ഒരു കമ്മിറ്റ്മെന്റും കൂടിയാണ്. തീർച്ചയായും അദ്ദേഹത്തെ കൂടി അഭിനന്ദനം അറിയിക്കുന്നു. IASന്റെ എല്ലാ പേരൻസ്, രക്ഷിതാക്കള്, പേരൻസ്, കുട്ടികള്, അതുപോലെ തന്നെ PTA, മാനേജ്മെന്റ് തുടങ്ങിയ എല്ലാവരോടും സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ എല്ലാവർക്കും ഗുണകരമാവട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു. താങ്ക് യു. അമീൻ സാറെ, മുജീബ് സാറിനൊന്ന് വിളിക്കും. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി മുജീബ് സാർ ക്ഷണിക്കുന്നു. മുജീബ് സാർ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. താങ്ക് യു ചെയർമാൻ അമീൻ സാർ, പ്രിൻസിപ്പൽ ഷാഫി സാർ, ഇന്നത്തെ ഫാക്കൽറ്റി സി റസാഖ് സാർ. വളരെ സന്തോഷം IAS സ്കൂളിൻ്റെ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ട്രെയിനിങ് സീരീസിൽ വളരെ പ്രഗത്ഭരായ ഒട്ടേറെ ഫാക്കൽറ്റീസ് വന്ന് വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വളരെ പ്രയോജനപ്രദമായ സെഷൻസ് കൈകാര്യം ചെയ്യുന്നു എന്നറിഞ്ഞതിൽ ഒരു ട്രെയിനേഴ്സ് ഓർഗനൈസേഷൻ കൂടിയായ പോസിറ്റീവ് കമ്മ്യൂണിൻ്റെ പാലക്കാട് കോർഡിനേറ്റർ എന്നുള്ള കൂടി നിലക്ക് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ച ഷാഫി സാറിനും അതുപോലെ അമീൻ സാറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മുടെ പ്രോഗ്രാം ലൈവ് പോകുന്നുണ്ട്, ഞാൻ ലിങ്ക് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു റസാഖ് സാറുടെ ബോധ തീർച്ചയായും IASനും ജെസിയ വളാഞ്ചേരിക്കും ബോധം നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഷാഫി സാറ് പുതിയ ഒരു രീതി കൂടി അതിന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഷാഫി സാർ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നതോടൊപ്പം സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു സർ, പ്ലീസ്. ഏവർക്കും നമസ്കാരം. IAS ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളും ജെസി വളാഞ്ചേരി കൂടി സംയുക്തമായി സംഘടിപ്പിക്കപ്പെടുന്ന വെബിനാർ സീരീസിന്റെ 21ാമത്തെ ദിവസത്തിലാണ് നാം ഇവിടെ ഒന്നിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 20 ദിവസങ്ങളിലും വളരെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ട്രെയിനേഴ്സ് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും അവരുടെ അനുഭവങ്ങളും പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു ലീഡർ എന്ന നിലയിൽ, ഒരു വിദ്യാലയം എന്ന നിലയിൽ, ഒരു സമൂഹം എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യഥാർത്ഥത്തിൽ ഈ വെബിനാർ സീരീസ് കഴിഞ്ഞ ഓഗസ്റ്റ് 13 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. തീർച്ചയായിട്ടും ഒത്തിരി പ്രഗത്ഭരായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പരിശീലകർ, വളരെ എന്താ പറയുക അന്തർദേശീയ നിലവാരത്തിലുള്ള പരിശീലകർ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു എന്നുള്ളത് വളരെയധികം നമുക്കധികം, കാരണം ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ നേരിടുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതിൽ നിന്നും നമുക്ക് മുന്നോട്ട് വരുന്നതിന് വേണ്ടി, അതിനുവേണ്ടി ജീവിതത്തെ പുതിയ നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിലുള്ള ഒരു റീചാർജിങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഒരു വെബിനാർ സീരീസ്.
തീർച്ചയായും ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ള മൈൻഡ് ട്യൂണറും കൂടിയുള്ള സി എ റസാഖ് സാർ വളരെ പ്രഗത്ഭനായിട്ടുള്ള എനിക്ക് തോന്നുന്നത് COVID-19 സമയത്ത് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ തന്നെ ഒത്തിരി പ്രോഗ്രാം അദ്ദേഹത്തിന്റെ ഇത്ര തിരക്കുള്ള ഒരു വലിയൊരു ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മുടെ കേരളത്തിലെ ആ ഒരു സൊസൈറ്റിയെ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയും അതിനുവേണ്ടിയും അദ്ദേഹത്തിന്റെ വളരെ പ്രഗത്ഭമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒത്തിരി ചിന്തകൾ പങ്കുവെക്കാൻ ഒത്തിരി പ്ലാറ്റ്ഫോമുകൾ പങ്കുവെക്കുകയും അതിലൂടെ ഒത്തിരി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും IASന്റെയും JC വളാഞ്ചേരിയുടെയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് റസാഖ് സാറിനെ പോലുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള തന്റെ വാക്കുകൾ കൊണ്ട് സ്വന്തം ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ആ വാക്കുകൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് അതിജീവനത്തിന് മനസ്സൊരുക്കാം, എങ്ങനെയാണ് നമ്മുടെ മൈൻഡിനെ ട്യൂൺ ചെയ്തുകൊണ്ട് ലോകത്ത് എന്നും എല്ലാ സമയങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ ജീവിതത്തിൽ വിന്നേഴ്സ് ആയിട്ടുള്ളവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു, അതിൽ നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ പാരൻസും അതുപോലെ അധ്യാപകരും സമൂഹത്തിലെ മറ്റ് വ്യക്തികളും അവർ ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്, അതിലൂടെ ഒരു കുടുംബം, ഒരു സമൂഹം, ഒരു നല്ല നാട് സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള നമ്മുടെ റസാഖ് സാറിന്റെ വലിയൊരു സാന്നിധ്യം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം നൽകുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ കടപ്പാടുകളും അറിയിക്കുകയാണ്. നമുക്കിതിന്റെ പിന്നിൽ ഒത്തിരി പ്രവർത്തിക്കുന്ന JCയുടെ അമീൻ സാർ ഉൾപ്പെടെയുള്ള നമ്മുടെ മുജീബ് സാർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ എന്തെങ്കിലും മാറ്റിവെക്കണം, ജീവിതത്തിന് ശേഷം ഒത്തിരി ഓർമ്മകളെ ബാക്കി വെക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു എഫേർട്ടിന്റെ ഒരു ഫലമാണ് ഈ വെബിനാർ സീരീസ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ ഒത്തിരി മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരിടുന്നു. സ്കൂൾ മാനേജ്മെന്റ്, അതുപോലെ ടീച്ചേഴ്സ്, അധ്യാപകർ, PTA, കുട്ടികൾ, അതുപോലെ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് സാറിന്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഒത്തിരി വാക്കുകൾ കൊണ്ട്, അനുഭവങ്ങൾ കൊണ്ട് ഒരു സാമ്രാജ്യത്തെ തന്നെ നേരിട്ടവർ അല്ലെങ്കിൽ മറികടന്നവർ ഒത്തിരി പേർ നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തവരുണ്ട്. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവസരങ്ങളെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വെബിനാർ സീരീസ്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ. എസ്പെഷ്യലി നമ്മുടെ ഇന്നത്തെ ട്രെയിനർ ആയിട്ടുള്ള, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായ ഒരു ടോപ്പിക്കുമായി നമ്മുടെ മുന്നിൽ സംവദിക്കാൻ എത്തിയിട്ടുള്ള റസാഖ് സാറിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ നേരുന്നു. താങ്ക് യു സർ. താങ്ക് യു ഷാഫി സാർ. ഷാഫി സാറിന്റെ സ്പിരിറ്റാണ് ഈ വെബിനാർ സീരീസിനെ ഇത്രയും ആളുകളിലേക്ക് എത്തി. ഒരു പക്ഷേ നമ്മൾ ഇത്രയും ദിവസത്തെ 20 ദിവസത്തെ ആളുകളെ പാർട്ടിസിപ്പൻസിനെ എണ്ണിയാൽ 20x300 എന്നുള്ള രീതിയിലേക്ക് അത്രയും ആളുകളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ഷാഫി സാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഷാഫി സാർ ഇതിന്റെ ഒരു സ്പിരിറ്റ് തന്നെയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു സാർ. ഇനി നമുക്കറിയാം ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് നേരത്തെ നമ്മളായിട്ടുള്ള റസാഖ് സാറാണ്. റസാഖ് സാറെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അഫ്സ സാഫിനെ ക്ഷണിക്കുന്നു. അഫ്സ. ഹലോ സർ. ഓക്കെ അഫ്സ സ്റ്റാർട്ട് ചെയ്തു. ഓഡിബിൾ ആണ് കേട്ടോ, ഓഡിബിൾ ആണ്. Good afternoon everyone. I am here to introduce today's faculty, C.A. Razak sir. C.A. Razak sir, the famous mind tuner, business and family expert. He is graduated in mechanical engineering and business administration. In the founder and CEO of Happy Life Coach, design partner of Happy Life Training LLP. He is the president and the chief mentor of Mind Tuner EcoWave Global NGO, a training follow-up community worldwide having 19,000 members with a wonderful motto, purify minds, beautify nature. He had 25 years experience in entrepreneurial leadership, 4 years in government service and 10 years in professional training. About his vision, alignment of the self and liberation of the world, mission, human capital optimization project and programs, smart, sharp and ultimate excellence in professional performance are his success strategies. About his training tools, mind counseling, TA, NLP and TCI. He conducted many branded training programs such as Mind Tune, Family Tune, Life Tune, Leader Tune, etc. He also organized 3 international campaigns including Global COVID Campaign Series started in 2020 March and still continuing. So, IAS and JC വളാഞ്ചേരി proudly welcome you, sir.
Welcome, sir. Thank you and have a nice day. Thank you, Malu. Thank you. So, we are expecting a wonderful session from you, sir. Thank you. And we are waiting for it. Thank you. You are welcome, sir. Please. Okay. Thank you. Thank you. Thank you. പ്രിയപ്പെട്ടവരെ കേൾക്കാവോ? സാർ കേൾക്കാം. ഓക്കെ. അപ്പൊ നമ്മള് ഒരു വിദൂരത്തിരുന്നു കൊണ്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ, പക്ഷേ ശാരീരിക അകലത്തിൽ നിന്നും സാമൂഹ്യ അടുപ്പത്തിലേക്കും മനസ്സിന്റെ അടുപ്പത്തിലേക്കും കൂടുതൽ അവസരങ്ങൾ ഒരുക്കുകയാണ് കോവിഡ്. നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അകലം ഒരു പ്രശ്നമല്ലാത്ത ലോകത്താണ്, അല്ലെ? മനസ്സിന്റെ അടുപ്പാണ് ഏറ്റവും പ്രധാനം, അല്ലെങ്കിൽ സമൂഹത്തിന്റെ അടുപ്പാണ്, കുടുംബത്തിന്റെ അടുപ്പാണ്. അടുത്തടുത്ത് വരുമ്പോൾ മാത്രമേ ജീവിതമുള്ളൂ എന്ന വലിയ വാക്യങ്ങൾ പറഞ്ഞ അക്കിത്തം നമ്മളോട് വിട പറഞ്ഞ ഒരു സമയത്താണ്. വേദനയുള്ള മലയാളത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ മഹാനായ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ, മുമ്പ് ഞാനിവിടെ ഇല്ലായിരുന്നു, നാളെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പോലും ഞാൻ അറിയുന്നില്ല എന്ന ഇത്രയും ദാർശനികമായ ലോകോത്തരമായ വലിയ മലയാള വാക്യങ്ങൾ ലോകത്തിന് സമ്മാനിച്ച ഒരു മലയാളത്തിന്റെ പുത്രൻ, അല്ലെ? അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങണം നമുക്ക് ആ ആദരവിന്റെ ഗുരുത്വത്തിന്റെ ഏറ്റവും പ്രഗത്ഭമായ, വളരെ കുട്ടികളെ, അതുപോലെ കുട്ടികൾക്ക് ദിശ കാണിക്കുന്ന രക്ഷിതാക്കളുടെ മുന്നിൽ പറയുമ്പോൾ ഗുരുത്വത്തെ പ്രണമിച്ചുകൊണ്ട് തുടങ്ങണം. അതാണ് ലോകൈകനാഥന്റെ ദിവ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട പാഠശാല. അപ്പൊ അത് തെറ്റിപ്പോയാൽ എല്ലാം തെറ്റും. ഇന്ന് നമുക്ക് ഓർക്കാനുള്ള ഏറ്റവും വലിയത് അക്കിത്തം തന്നെയാണ്. അപ്പോ അദ്ദേഹത്തെ നമ്മള് ബഹുമാനിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ ആ ജ്ഞാന സാഗരത്തിന് മുമ്പിൽ നമ്മളെ എളിയവരായി, വിനീതരായി, വിനയാന്വിതരായി നിന്നുകൊണ്ടും അങ്ങനെയുള്ള അവരുടെ ശൃംഖലയിൽ, അവരുടെ പാരമ്പര്യത്തിൽ നമ്മളെ മാർഗദർശനം ചെയ്യുന്ന അനേകം ഗുരുക്കന്മാർ, ഇപ്പൊ ഷാഫി സാറ് പോലെ അദ്ദേഹത്തിന്റെ ആ നിറഞ്ഞ പോസിറ്റീവ് റിസർവോറിൽ നിന്നുള്ള ആ പ്രകമ്പനങ്ങളാണ് ഇന്ന് 21ാമത്തെ ദിവസം പറഞ്ഞ പോലെ 300-ലേറെ ആളുകളെ ഇതിലേക്ക്, ഈ ഒരു സംരംഭത്തിലേക്ക് കൊണ്ടുവന്നത് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം അന്ന് മുതൽ വിടാതെ പിടികൂടുന്ന പ്രത്യേകമായ എന്താ പറയാ പോസിറ്റീവിന്റെ ഒരു വലിയ ഒരു റിസർവോയർ തന്നെയാണ്. അതാണ് ആളുകളൊക്കെ ഇതിലേക്ക് ഇങ്ങനെയൊക്കെ നിരന്തരം 100ഓളം പ്രഭാഷണ പരമ്പരകളാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. IS സ്കൂളും അതുപോലെ JCA വളാഞ്ചേരിയും ആ ഓർഗനൈസിംഗ് കമ്മിറ്റി അവരുടെ എല്ലാ പിന്നാമ്പുറത്തും മുന്നണിയിലുമുള്ള എല്ലാ പ്രഗത്ഭരെയും നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരം ഒരുക്കിയതിന്, പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു അവസരം നൽകിയതിന്. നമ്മുടെ കുട്ടികളോടും രക്ഷിതാക്കളോടുള്ള സ്നേഹവും സന്തോഷവും. ഇത്തിരി സമയം, ഉച്ചയുറക്കിന്റെ ഒരു സമയമാണ് പലർക്കും, എന്നാലും നമുക്ക് തട്ടി ഉണർത്താനോ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാനോ സാധ്യമല്ലാത്ത ഒരു ലിമിറ്റേഷൻ അതിനുള്ളിലാണ് നമ്മളുള്ളത്. ഒരു ട്രെയിനിങ് മോഡ് എടുക്കാൻ പോലും പലപ്പോഴും പറ്റില്ല. ഒരു പ്രസംഗത്തിന്റെ ശൈലിയായി പോകും. എന്നിരുന്നാൽ നിങ്ങൾ സഹിക്കണം, ക്ഷമിക്കണം. നമുക്ക് ഈ സ്കൂള് എന്ന് പറഞ്ഞാലും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാലും പഠനം എന്ന് പറഞ്ഞാലും ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യമാണ് ആദ്യം, അല്ലെ? അത് പലരും പറയുന്ന, ഏറ്റവും എളുപ്പത്തിൽ പറയുന്ന ഒരു ഉത്തരം എനിക്ക് ജോലിക്ക് വേണ്ടിയാണ്, എനിക്ക് പണത്തിന് വേണ്ടിയാണ്. എന്നാൽ അതിലൊക്കെ അപ്പുറം നമുക്ക് ജീവിതത്തിന് വേണ്ടിയാണ്, അല്ലെ? നമുക്ക് ജീവിതത്തിന് വേണ്ടിയാണ്. അപ്പൊ ജീവിതത്തിന് വേണ്ടിയുള്ള വലിയ നിക്ഷേപമാണ് ഈ സമയവും ഊർജവും ഒക്കെ. ഇതിനി നമുക്ക് ഒരിക്കലും ഇന്നത്തെ ഈ സമയവും ഊർജവും നമുക്ക് തിരിച്ചു കിട്ടില്ല. നമുക്ക് ലോകത്ത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപമായിട്ടുള്ളത് ഈ സമയവും ഊർജവുമാണ്. അതായത് ആരോഗ്യവും ആയുസ്സും. ആരോഗ്യത്തിനെയും ആയുസ്സിനെയും കളഞ്ഞു പോയാൽ പിന്നെ അത് തിരിച്ചു കിട്ടില്ല. അപ്പൊ അവിടെയാണ് നമുക്ക് പലപ്പോഴും പാളിപ്പോകുന്നത്. അല്ലെങ്കിൽ ആധ്യാത്മികമായി പറഞ്ഞാൽ ഏറ്റവും വലിയ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അലസത, മടിയാണ്. അലസതയും മടിയാണ് സ്പിരിച്വലി ഏറ്റവും വലിയ സിൻ, പാപങ്ങളായിട്ടുള്ളത്. ആ മഹാപാപങ്ങളിൽ നമ്മൾ ചെന്ന് പതിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളെ നഷ്ടപ്പെടുന്ന ലോകത്തിന് നമ്മളെ നഷ്ടപ്പെടുന്നുണ്ട്. കാരണം ലോകത്തേക്ക് വിളിയാളമേറ്റ് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. നമ്മളെ അന്വേഷിച്ചിട്ടല്ല, നമ്മൾ പറഞ്ഞിട്ടല്ല, നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, നമ്മൾ അപേക്ഷിച്ചിട്ടല്ല, നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല നമ്മുടെ വരവ് ഇവിടേക്ക്, അല്ലെ? ഇനി തിരിച്ചു പോക്കോ ഇതേ തന്നെയാണ്. നമ്മളെ അപേക്ഷിക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ അറിയുന്ന പോലുമില്ല. അതൊരു തിരിച്ചു പോക്കാണ്. അപ്പൊ നമുക്കറിയാം, തീർച്ചയായിട്ടും അറിയാം, ഒരു വട്ടപൂജ്യത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു ബിഗ് സീറോയിലേക്കുള്ള ഒരു യാത്രക്കിടയിലുള്ള ചുരുങ്ങിയ ദൂരം നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. അതിൽ പലതും ചെയ്തു തീർക്കാനുണ്ട്. നമുക്ക് ചെറുതല്ല, വലുത് ചെയ്തു തീർക്കാനുണ്ട്. അതിന്റെ വലുപ്പവും നമുക്കുണ്ട്. നമ്മൾ ചെറിയവരല്ല, നമ്മൾ വലിയവരാണ്, വളരെ വലിയവരാണ്. ആ വലിപ്പം തന്നത് കൊണ്ട് തന്നെയാണ് ദൈവം വലിയവനാകുന്നത്. കാരണം ലോകത്തെ നയിക്കാനും അതിനെ മുന്നോട്ട് ലീഡർഷിപ്പിലൂടെ, ജീനിയസായ ലീഡർഷിപ്പിലൂടെ
അത് തന്നെയാണ് ജീനിയസ് ആയ ലീഡർഷിപ്പിലൂടെ മുന്നോട്ട് നയിക്കാനുള്ള പ്രാപ്തിയും അതിനുള്ള കഴിവും ഒക്കെ നമ്മളെ സന്നിവേശിപ്പിച്ചിട്ട് നമ്മളെ സോഫ്റ്റ്വെയർ ആയിട്ട് തന്നിട്ട് മാത്രമേ ദൈവം വലിയവനാവുള്ളൂ. അല്ലെങ്കിൽ ദൈവം ചെറിയവനാവും. നമ്മൾ ചെറിയവരാണെങ്കിൽ ദൈവവും ചെറിയവരാകും. അപ്പൊ ദൈവം വലിയവനാണെന്ന് വിളിച്ചു പറയുകയും ദൈവം വലിയവനാണെന്ന് വിശ്വസിക്കുകയും ദൈവം ഏറ്റവും മഹത്തായ ഒരു വലിയ സംഹിതയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മളെയും വലുതാക്കണം. നമ്മളെ വലിപ്പവും അംഗീകരിക്കണം. അവൻ തന്ന വലിപ്പം സോഫ്റ്റ്വെയർ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന ധാരണ നമുക്ക് വേണം. അപ്പോ നമുക്കതിന് ഒരു ചെറിയ കാലയളവ് ഇവിടെ തന്നു ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് തിരിച്ചറിയാതെ പോയാൽ നമ്മുടെ ജീവിതം നിഷ്ഫലാവും, വെറുതെ ആവും. അപ്പൊ അവിടെയാണ് ഒന്നാമത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കണക്കോ ഫിസിക്സോ കെമിസ്ട്രിയോ മലയാളമോ മറ്റു ഭാഷകളോ മാത്രം പഠിക്കില്ലല്ലോ. അതൊക്കെ ഒരു സംവേദനത്തിന്റെ മീഡിയ, മാധ്യമങ്ങൾ മാത്രമാണ്. നമ്മിലേക്ക് തിരിച്ചറിവിനെ കൊണ്ടുവരുന്ന അറിവിന്റെ വാതായനങ്ങൾ, ജനലകൾ മാത്രമായിരിക്കും അത്. അപ്പൊ അത് തന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ചു പോകരുത്. അതൊക്കെ നമുക്ക് ജനൽ തുറന്നിട്ടാൽ ശുദ്ധവായുവും അതുപോലെ സൂര്യ വെളിച്ചവും പ്രകാശത്തിന്റെ പ്രസരണവും ഒക്കെ ഉള്ളിലേക്ക് വരുന്ന പോലെ ഈ ഓരോ ക്ലാസ്സിൽ നിന്ന് നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് ജനലുകൾ, വാതിലുകൾ തുറന്നിടുക അല്ലെ, അത് ഉള്ളിലേക്ക് ആവാഹിക്കാൻ വേണ്ടി, പ്രസരിക്കാൻ വേണ്ടി, ആ പ്രകാശിതമാവാൻ വേണ്ടി. അപ്പൊ അത് വന്നിട്ട് നിറഞ്ഞിട്ട് നമ്മുടെ +2 വരെയുള്ള വിദ്യാഭ്യാസം, അതാണല്ലോ നമ്മളിവിടെ ഈ ഒരു കലാലയത്തിൽ, ഈ ഗുരുകുലത്തിൽ അല്ലെങ്കിൽ പർണശാല, അതൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിന്റെ വൈകാരികത വരിക. സ്കൂൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തേക്കാൾ നമ്മുടെ മുമ്പത്തേക്ക് പോകുമ്പോ പർണശാല എന്നോ പാഠശാല എന്നോ ആ ഗുരുകുലം എന്നോ ഒക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഗുരുത്വത്തിന്റെ ആത്മീയമായ ഒരു ആന്തോളനം ഉണ്ടല്ലോ മനസ്സിന്റെ ഉള്ളിൽ, അത് വരുമ്പോ ഉണ്ട് ഒരു സുഖമുണ്ട്. ആ സുഖത്തിലേക്ക് തിരിച്ചു പോകാൻ നമ്മളൊക്കെ വെമ്പൽ കൊള്ളും. ശരിക്കും നമ്മൾ മനുഷ്യരാണോ മാനവികരാണോ? മഹത്വം എന്താണ്? മാനവികതയാണോ എന്ന തിരിച്ചറിവ്. മനുഷ്യനാവുക, മാനവികനാവുക, ഇത് രണ്ടും വലിയ വ്യത്യാസം ഉണ്ടെന്നാണ് ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അപ്പൊ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി അത് കൊണ്ടുവരാനുള്ള പാഠശാല. അപ്പൊ അവിടെ നമുക്ക് കുറഞ്ഞ കാലം എത്രയാന്നുള്ളതല്ല, കാലം എത്ര ജീവിച്ചു എന്നുള്ളതല്ല ഈ ഭൂമികത്ത്, അല്ലെ? കാലം എത്ര ദൈർഘ്യമുള്ളതല്ല. ആ ദൈർഘ്യത്തിലൊന്നും നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അതിൽ സ്വാധീനിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് അതിനു വേണ്ടി പണിയെടുക്കാം. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അതിനു വേണ്ടി എക്സസൈസ് ചെയ്ത് എന്നും അതിനെ ഷാർപ്പൺ ചെയ്തിട്ട് പോളിഷ് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ തിളക്കി വിളക്കി എടുക്കാം. അത് നമ്മുടെ ഉദ്യമമാണ്. ബട്ട് നമ്മുടെ എന്താണ് അന്തിമമായി നമ്മുടെ ആയുസിന്റെയും ആരോഗ്യത്തിന്റെ സ്ഥിതി എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനുള്ളിൽ വെച്ച് തന്നെ ഏറ്റവും പരിമിതമായ സമയത്തിൽ നിന്ന്, ഏറ്റവും പരിമിതമായ വൃത്തങ്ങളിൽ നിന്ന്, ഏറ്റവും പരിമിതമായ റിസോഴ്സുകളിൽ നിന്ന് ഏറ്റവും ബൃഹത്തായ ഒന്നിന്റെ റിസൾട്ടിനെ, ഏറ്റവും കൂടിയ റിസൾട്ടിനെ നമ്മൾ ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കും? അതിന് എന്നെ ഇങ്ങോട്ട് അയച്ച ദൈവത്തിന്റെ മുമ്പിൽ മറുപടി പറയാൻ, അവന് മുമ്പിൽ ഞാൻ മറുപടി പറയാൻ അതിന് ഉത്തരവാദിയാണ് എന്ന ബോധത്തിൽ നിന്ന് നമ്മള് ഒരു ഉത്തരം കണ്ടെത്തുകയാണ് ഈ +2 വരെയുള്ള വിദ്യാഭ്യാസം. അതിന്റെ ഒരു ഉത്തരമാണ്, കേവലമായ ഒരു ഉത്തരമല്ല. വളരെ വസ്തുനിഷ്ഠമായ, വളരെ അടിസ്ഥാനപരമായ, വളരെ ജീവൽപ്രധാനമായ, വളരെ പ്രകൃതിപരമായ, വളരെ പ്രപഞ്ചത്തിന് സമരസപ്പെടുന്ന, വളരെ ബാലൻസ് ചെയ്യുന്ന ഉത്തരം. അതിലേക്ക് നമ്മളൊക്കെ പോകുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ ശരിക്കുമുള്ള പ്രചോദനം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്, സ്വാധീനം നമ്മളിലേക്ക് എത്തുക. അല്ലെങ്കിൽ നമ്മൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ മാർക്കുകളിൽ മാത്രം കുടുങ്ങിക്കിടക്കും. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോകുന്ന ഹയർ എഡ്യൂക്കേഷന്റെ വലിയ മാർക്കുകൾ കിട്ടിയിട്ട് പുറത്തിറങ്ങുന്ന വലിയ ജോലികളോ വലിയ ശമ്പളങ്ങളിലോ മാത്രം കുരുങ്ങിക്കിടക്കും. അത് അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. അതിന്റെ വലിയ വിശാലമായ ഉത്തരത്തിലേക്കുള്ള കണ്ണു തുറക്കൽ, ഉൾക്കണ്ണ് തുറക്കൽ, അല്ലെ, അകക്കണ്ണ് തുറക്കൽ, ഇത് ഉണ്ടാക്കുക എന്നുള്ളതാണ് +2 വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഗത്ഭമായ പാഠശാലയിലെ നമ്മുടെ വിദ്യാലയത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ, ഗുരുക്കന്മാരുടെ, സമൂഹത്തിന്റെ, അതിന് പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും, ഈ കുട്ടികൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ വിലപ്പെട്ടതും വളരെ ഗൗരവപ്പെട്ടതും വളരെ ഭാരിച്ചതുമായ ഉത്തരവാദിത്വം. അപ്പൊ അവിടെ ഒരു കുഞ്ഞ് ഇങ്ങോട്ടേക്ക് ജനിക്കുമ്പോൾ വെറുതെ അങ്ങ് വരികയല്ല. അവന് എന്തൊക്കെ ആയിത്തീരണം എന്നുള്ള ഏറ്റവും വലിയ ചിപ്പ് അവന്റെ വിരലങ്കനത്തിൽ തന്നെ നടത്തിയെന്നാണ് പറയുന്നത്. ഒരു ഐഡന്റിറ്റിക്കൽ ട്വിൻസ് വരുമ്പോ, അല്ലെ, ഒരേ ഗർഭാശയത്തിൽ നിന്ന് ഒരേ സമയം 2 കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വരുന്ന മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഐഡന്റിറ്റിക്കൽ ട്വിൻസ് വരുമ്പോ അവരുടെ വിരലങ്കനം, ഈ പെരുവിരലിന്റെ അങ്കനം, അടയാളം, വരയും കുറിയും വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോ അവരുടെ ഭാഗധേയം വ്യത്യസ്തമാണെന്നല്ലേ, അവരുടെ ഉള്ളറിവുകൾ വ്യത്യസ്തമാണെന്നല്ലേ, അവരുടെ ഉള്ളിലെ കഴിവുകൾ വ്യത്യസ്തമാണെന്നല്ലേ,
അവർക്ക് ജീനിയസ് ആയ ലീഡർഷിപ്പ് കൊടുക്കാനുള്ള തട്ടകങ്ങൾ, സ്പേസ് വ്യത്യസ്തമാണെന്നല്ലേ. ആ വ്യത്യാസങ്ങളെ 1000-ഓ 2000-ഓ ഒക്കെ സീറ്റ് എന്നോ കുട്ടികൾ എന്നോ നമ്മൾ വിളിച്ച് ചെറുതാക്കി കളയരുത്. അത് ജീനിയസ് ആയ ലീഡർഷിപ്പിന്റെ പ്രപഞ്ചത്തോളം വിപുലമായ വിശാലമായ ഓരോ പ്രതിഭാസങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മളൊക്കെ. അങ്ങനെ അതിന്റെ വലിപ്പം വരുമ്പോൾ മാത്രമേ ദൈവത്തിന് വലിപ്പം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ദൈവം ചെറുതായി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെറുതാകും തോറും നമ്മളെ ഇങ്ങോട്ട് അയച്ച, നമ്മളെ സാഭൂതം നോക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക്, ചോദ്യം ചെയ്യലിലേക്ക്, വിളിയാളത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവവും ചെറുതായി പോവാനുള്ള അവസരമാണ് നമ്മൾ ചെറുതാകുന്നതിലൂടെ വരുന്നത് എന്നത് ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനമായി നമ്മൾ എടുക്കണം. അത് ഇങ്ങനെ എന്താ പറയാ, വാക്കുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് വിട്ടാൽ മാത്രം പോരല്ലോ. പ്രണാമത്തിന്റെയും അതുപോലെ സ്തുതികീർത്തനത്തിന്റെയും സ്തോത്രത്തിന്റെയും അല്ലെങ്കിൽ നമസ്കാരത്തിന്റെയും അതിന്റെയൊക്കെ ഉച്ചാരണ ഭംഗിയോ ഉച്ചാരണ ശുദ്ധിയിലോ നമ്മൾ ആലങ്കാരികമായി അതിങ്ങനെ പ്രതിവചിച്ചുകൊണ്ട് മാത്രം പോരല്ലോ, പ്രസംഗിച്ചുകൊണ്ട് മാത്രം പോരല്ലോ. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഈ വലുപ്പത്തെ, ഈ അണ്ടകടാഹങ്ങളുടെ, അത്ഭുതകരമായ ഈ അണ്ടകടാഹങ്ങളുടെ ഏറ്റവും പ്രഭവസ്ഥാനമായ ദൈവം ഇത്ര മഹോന്നതനാണ് എന്നതിന്റെ മഹത്വവൽക്കരിക്കുന്നതിന്റെ ഉദാത്തമായ ഉത്തരം ഞാനാണ് എന്ന വലിപ്പം നമ്മളിലേക്ക് വരുമ്പോ അല്ലേ ഇതിന്റെ വലിപ്പം വരുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ചെറുതാവുകയാണെങ്കിൽ നമ്മൾ വലുതാണെന്ന് ആണയിട്ട് സർട്ടിഫൈ ചെയ്ത് ഇങ്ങോട്ടേക്ക് അയച്ച അവൻ ചെറുതാവുക ചെയ്യാ. അത് വലിയൊരു വൈപരീത്യമാണ്, വിരോധാഭാസമാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് അക്കിത്തം പറഞ്ഞ വലിയ ഫിലോസഫിക്കൽ വേർഡ്സ് അല്ലേ, ഞാനില്ലായിരുന്നു, ഞാൻ ഉണ്ടാവുകയില്ല, ഞാൻ ഇന്ന് ഇവിടെ ഉണ്ട് എന്നത് പോലും ഞാൻ അറിയുന്നില്ല. ഇത്രേ ഉള്ളൂ ലൈഫിന്റെ ആ ഒരു വലിയ നൈമിഷികതയാണ്, നിസ്സഹായതയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ ലോകം എത്ര വലിയ വീമ്പിളക്കി, എന്തൊക്കെ വലിയ സംഭവങ്ങളെ കുറിച്ച് നമ്മളെ വലിയ പൈതൃകം പറഞ്ഞു ഇല്ലേ. എന്റെ പൂപ്പാർക്ക് ആന ഉണ്ടായിരുന്നു എന്ന് വളരെ ലളിത മനോഹരമായി വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു വെച്ചതിന്റെ എല്ലാ വലുപ്പവും നമ്മള് പല ആവർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ലോകം. പക്ഷെ എവിടെ പോയി? എല്ലാം നിസ്സഹായമാവുകയും നിസ്സാരമാവുകയും നിഷ്പ്രഭമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ ഓരോരുത്തരിലേക്കും ഓരോ കുടിലേക്കും എത്തുകയാണ്, ഓരോ കൊട്ടാരത്തിലേക്കും എത്തുകയാണ്. അവിടെ വകഭേദങ്ങളില്ല, വ്യത്യാസങ്ങളില്ല അല്ലെ. ഇതാണ് പ്രപഞ്ചനീതി, ഇതാണ് പ്രകൃതിയുടെ രീതി, ഇതാണ് ദൈവികമായ വിധി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഉൾക്കൊണ്ടുപോയാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വലിയൊരു കാലഘട്ടത്തെ, വലിയൊരു ഗൗരവം പിടിച്ച ഉത്തരവാദിത്വത്തെ, അത് വെറും സ്കൂളിന്റെ ക്ലാസ് റൂമിൽ മാത്രം തളച്ചിടപ്പെട്ട ഒരു പ്രത്യേകമായ സാങ്കേതിക പദമല്ല. അത് ജീവിതത്തിന്റെ ഊണിലും ഉറക്കിലും, ജീവിതത്തിന്റെ തൂണിലും തുരുമ്പിലും, ജീവിതത്തിന്റെ ജീവകോശങ്ങളിലും, ജീവിതത്തിന്റെ രോമകൂപങ്ങളിലും എല്ലാറ്റിലും സർഗാത്മകമായി സമ്മേളിപ്പിച്ച വിശാലമായ ഒരു വലിയ ദൈവികതയുടെ ദൃഷ്ടാന്തമാണ് വിദ്യാഭ്യാസം. ജ്ഞാന സാധന എന്ന് പറയാം അല്ലെ. ജ്ഞാന സാധന അതൊരു പുസ്തകത്തിന്റെ അച്ചടിയിലൂടെ നമ്മളിലേക്ക് സന്നിവേശിക്കപ്പെടുന്ന ഒരു കൃത്രിമത്വത്തിന്റെ മാർക്ക് ലിസ്റ്റിലേക്ക്, പ്രോഗ്രസ് റിപ്പോർട്ടിലേക്ക് ചെറുതായി എഴുതി വെക്കുന്ന അക്കങ്ങളുടെ പേരല്ലല്ലോ അല്ലെ. ജീവിതത്തിന്റെ നെടുനീളം പ്രവിശാലമായ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മള് കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് പ്ലസ് ടുവിൽ നമുക്ക് സാധിക്കേണ്ടതുള്ളൂ. കുഞ്ഞ് തോറ്റോട്ടെ, സാങ്കേതികമായി തോറ്റുപോയിക്കോട്ടെ, പക്ഷെ അവൻ വിജയിച്ചിരിക്കും. നമ്മുടെ ഉൾക്കരുത്തിൽ നിന്ന്, ഗുരുവിന്റെ ഉൾക്കരുത്തിൽ നിന്ന്, ഉൾക്കാഴ്ചയിൽ നിന്ന്, ജീവിതത്തിന്റെ സകലമാന അനുഭവങ്ങളുടെ ആ ചാലിച്ചെടുത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് കുഞ്ഞിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന നമ്മുടെ ജീവൽ പ്രധാനമായ ആന്തോളനങ്ങളുണ്ടല്ലോ, ഇത് കുഞ്ഞിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ അവന് എല്ലാ ക്ലാസ്സും തോറ്റോട്ടെ, പക്ഷെ അവൻ ജീവിതത്തിൽ വലിയൊരു അർത്ഥതലങ്ങൾ ഉണ്ടാക്കി ഒരു ലീഡർഷിപ്പിൽ അവൻ വരും. ഒരു വ്യത്യാസമില്ല, ഒരു മാറ്റമില്ല. ലോക ചരിത്രം അതിന് സാക്ഷിയാണ്. എമ്പാടും നമ്മൾ പറഞ്ഞാൽ തീരാത്ത കഥകൾ, അനുഭവങ്ങൾ അല്ലെ, കോരിത്തരിക്കുന്ന ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇതാണ് ഗുരുത്വത്തിന്റെയും ശിക്ഷണത്തിന്റെ, രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ശിക്ഷിതാക്കളായി പോകുന്നു എന്ന് പറയാറുണ്ട്. രക്ഷിതാക്കൾ എന്ന് പറഞ്ഞ രക്ഷാകർത്തൃത്വത്തിന്റെ അതൊരു ഗുരുത്വമാണ് അവിടെയും ചെയ്യാനുള്ള വലിയ കാര്യം. അപ്പോ ഒരു ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഓരോ കുഞ്ഞും, നമ്മളൊക്കെയും ഇവിടേക്ക് വന്ന് ഇരുന്ന സീറ്റ് അത് രക്ഷിതാക്കൾക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റല്ല, നമ്മൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റല്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സീറ്റ് കിട്ടി എന്നാണല്ലോ ഈ വിരലങ്കനത്തെ സൂചിപ്പിക്കുന്നത് അല്ലെ. കയ്യൊപ്പ് ചാത്തുന്നതിന് പകരം നമ്മുടെ തമ്പ് ഇംപ്രഷൻ മതി ലോകത്ത് തെളിയിക്കപ്പെടാൻ. അല്ലെങ്കിൽ കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഉള്ളിലെ
നമ്മുടെ ഉല്ലേഖനം മതി നമ്മെ തിരിച്ചറിയാൻ എന്ന വലിയ വലിയ പാഠങ്ങൾ ഇനിയും എത്രയോ വരാൻ പോകുന്നു. ക്ലോണിങ് എന്താണ് അല്ലെ? കോടാനുകോടി കോശങ്ങൾ, ജീവകോശങ്ങളിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്. അപ്പൊ അതിൽ ഒരു കോശം എടുത്താൽ പോലും നമ്മുടെ എല്ലാ സ്വഭാവവിശേഷണങ്ങളും, നമ്മുടെ സർഗാത്മകതയും, നമ്മുടെ ഉള്ളടക്കം, ടോട്ടൽ ഉള്ളടക്കങ്ങളെ അത് പ്രതിനിധാനം ചെയ്യുന്ന ഒരു കോശം അല്ലെ, ഒരു സെൽ, ഒരു ജീവകല. ആ കലയെ തന്നെ ക്ലോണിങ്ങിന് വിധേയമാക്കിയാൽ നമ്മുടെ അപരനെ ഉണ്ടാക്കാം എന്നതാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. നമ്മുടെ അപരൻ, എത്ര അപരന്മാരാണ് നമ്മുടെ ജീവകോശത്തിൽ, ജീവശരീരത്തിൽ ഉള്ളതല്ലേ? അവർക്കൊക്കെയും മെമ്മറി ഉണ്ട്, അവർക്കൊക്കെയും ഈ സ്വഭാവമുണ്ട്, അവർക്കൊക്കെയും നമ്മുടെ പ്രതാപമുണ്ട്, അവർക്കൊക്കെയും നമ്മുടെ നിരീനമായ, നമ്മുടെ യുണീക്കായ, നമ്മുടെ അനന്യമായ എല്ലാ സവിശേഷതയുണ്ട്. ഈ ഓരോ അപരന്മാരെ, ഓരോ ജീവകോശങ്ങളിൽ ഒളിച്ചിരിക്കുന്ന നമ്മുടെ അപരന്മാരെ ഒക്കെ നമ്മുടെ പാട്ടിന്, നമ്മുടെ ആ ഒരു ലീഡർഷിപ്പിന്, നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ. അതൊക്കെ വിവിധ വഴിയിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, നമ്മുടെ ജീവകലകളിൽ, കോശങ്ങളിൽ ഉള്ളടക്കമായി നിൽക്കുന്ന നമ്മുടെ അപരന്മാരൊക്കെ നമ്മോട് തെറ്റിപ്പിരിഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹത്തിന്റെ വിപരീത ദിശയിലേക്ക് അങ്ങ് പോയാലുണ്ടല്ലോ, ഇതെല്ലാം പരാജയമാണ്. ആ പരാജയത്തെ ഏറ്റവും സുവിദിതമായ, സന്തോഷകരമായ ഒരു നല്ല നടപ്പിലേക്ക്, ദാർശനികമായ ഗൈഡൻസിലേക്ക് കൊണ്ടുവരുന്ന തപസ്യയെ, അതിന്റെ വലിയ അർത്ഥതലങ്ങളുള്ള പ്രവർത്തനത്തെ, പ്രോസസ്സിനെയാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലെ? സത്യത്തിൽ അതല്ലേ? അതാണല്ലോ വിദ്യാഭ്യാസം. അപ്പോ ജ്ഞാനം എന്ന് പറയുന്ന തിരിച്ചറിവിന്റെ ലോകത്തേക്ക് നമ്മളെത്തുക എന്ന് പറയുന്ന എന്തൊരു സുഖമുള്ള അവസ്ഥയാണ്. അപ്പൊ അതിനെ സന്തോഷത്തിലും സ്നേഹത്തിലും അതിന്റെ ഒരു അവിടേക്ക് വരുമ്പം തന്നെ അല്ലെ, അവിടേക്ക് വരുമ്പം തന്നെ പണ്ടുള്ളവർ പറഞ്ഞ എന്താണ്, സരസ്വതി ക്ഷേത്രം അല്ലെ, സരസ്വതി ക്ഷേത്രം ദേവിമാർക്ക്, ദേവന്മാർക്ക് അല്ലെങ്കിൽ ദൈവത്തിന് അർപ്പിക്കുന്ന, സമർപ്പിക്കുന്ന പൂജാ കേന്ദ്രമായിട്ടൊക്കെ നമ്മുടെ പാരമ്പര്യത്തിൽ, നമ്മുടെ ഭാരതത്തിന്റെ ഇതിവൃത്തങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എത്രമാത്രം മനോഹരമായ പരികല്പനയാണ് ഇതൊക്കെ. നമ്മൾ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത്, നമ്മൾ അങ്ങോട്ടേക്ക് എത്തുന്നത്, അത് ബുദ്ധിമുട്ടായാലോ, വിഷമായാലോ, പ്രയാസമായാലോ, അതാണ് ഒന്നാമത്തെ തിരിച്ചറിവ്. അപ്പൊ ഒരു കുഞ്ഞിനെ ഇവിടെ സാധിച്ചെടുക്കേണ്ട ജീവിതത്തിന്റെ മനോഹാരിത, അവൻ പുറത്തെടുക്കേണ്ട അവന്റെ കളർഫുൾ ആയിട്ടുള്ള ലൈഫിന്റെ ഏറ്റവും വലിയ എക്സ്പ്രഷൻ അല്ലെ, എക്സ്പ്രഷൻസ്, അത് ഇംപ്രസ് ചെയ്യാനുള്ളതല്ല. ആളുകളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കോലം കെട്ടണ്ട, നമ്മൾ രൂപഭാവം മാറ്റണ്ട, നമ്മുടെ ചൈതന്യത്തെയും നമ്മുടെ ഒറിജിനാലിറ്റിയും നമ്മൾ കളയണ്ട, നമ്മള് ഇമിറ്റേഷൻ അവരുടെ അനുകരിക്കാൻ പോകണ്ട. അനുകരണം തന്നെ പ്രയാസമാണ്. അല്ലെങ്കിൽ കമ്പയർ ചെയ്യണ്ട. ഏറ്റവും പ്രധാനം കമ്പാരിസൺ ആണല്ലോ. ഒരു 2 കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവിടെ കമ്പയർ ചെയ്യാൻ ഏറ്റവും വലിയ കടാര, ഏറ്റവും മൂർച്ചയുള്ള കടാര അവന്റെ നെഞ്ചിലേക്ക് ഇറക്കി അവനെ കുത്തിക്കൊലപ്പെടുത്തുന്നതിനേക്കാൾ കഠോരമാണ് ഒരു കമ്പാരിസന്റെ ഒരു കടാര ഇറക്കൽ എന്ന് നമ്മൾ ആലോചിക്കണം. അത് ദൈവത്തിന് നിഷേധമാണ്, ദൈവത്തിന് ഏറ്റവും അനിഷ്ടമാണ് കമ്പാരിസന്റെ ഈ വലിയ ഇതുണ്ടല്ലോ ആയുധം. ഈ ആയുധത്തെയാണ് ദൈവം ഏറ്റവും വിലക്കുന്നത്. രക്ഷിതാക്കളോടായാലും ഗുരുക്കന്മാരോടായാലും ലോകത്തെ ഏതൊരായാലും. കാരണം എന്താ പറയുക, കമ്പാരിസൺ ഇല്ലാതെ സൃഷ്ടിക്കാൻ കഴിയുന്നു. ഒരു സിറോസ് കോപ്പി എടുക്കാതെ ഒരു യുണീക്കായ ഓൺലി വൺ റെയർ ആയിട്ട് ഒറ്റ ഒന്നിനെ ഒന്നായിട്ട് തന്നെ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നതാണ് ദൈവത്തിന്റെ പരമപ്രധാനമായ അവരുടെ ക്വാളിറ്റി. അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളായി നമ്മൾ കമ്പാരിസന്റെ, താരതമ്യത്തിന്റെ, അങ്ങോട്ടും ഇങ്ങോട്ടും തുലനം ചെയ്യുന്നതിന്റെ, ത്രാസിലിട്ട് തൂക്കി നോക്കുന്നതിന്റെ ആളുകളായി നമ്മൾ മാറുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇത്രയും വലിയ കോപം ഉണ്ടാവുമോ? നോ കമ്പാരിസൺ അറ്റ് ഓൾ. വി ആർ യുണീക്ക്. നമ്മളൊക്കെ യുണീക്കാണ്. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. നമ്മളെപ്പോലെ ഇനി ഒരാളും വരാനില്ല. ഇതുവരെ ആരും വന്നിട്ടില്ല നമ്മളെ പോലെ, നമ്മൾ ഓരോരുത്തരെ പോലെ. നമ്മൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു പോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഈ ജീവിതം നിഷ്ഫലമാണ്. പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ഒരു കാവ്യാത്മകമായ ചിന്തയിൽ ഒരു ചിന്തകൻ ചോദിക്കുന്നുണ്ട്, ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഭൂമി എവിടെയാണ് എന്ന്. അപ്പൊ നമുക്ക് പല മറുപടി ഉണ്ടാവും. ദക്ഷിണാഫ്രിക്കയിലെ സ്വർണ്ണഖനികളാണെന്നും, മണലാരണ്യത്തിലെ പെട്രോൾ ഒഴുകി നടക്കുന്ന ആ ചുടുമണൽക്കാടാണെന്നും, അങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാവും. എന്നാൽ എവിടെയാണെന്ന് അറിയാവൂ? ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഭൂമി എവിടെയാണ് എന്ന് വീണ്ടും ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം കിട്ടും. എല്ലാ ലോകത്തിലെ സെമിത്തേരികളും ഖബറിടങ്ങളും
ശ്മശാന ഭൂമികളുമാണ് എന്ന്. നിങ്ങൾ ടോട്ടൽ ഇതൊക്കെ മറന്നുപോയാൽ, എന്റെ വർത്തമാനങ്ങൾ മൊത്തം മറന്നാലും ഈ ഒരൊറ്റ വാക്ക് മറക്കാൻ പാടില്ല. ലോകത്തെ സമ്പൽ സമൃദ്ധമായ ഭൂമി സെമിത്തേരികളും ഖബറിടങ്ങളും ശ്മശാനങ്ങളും മാത്രമാണ്. കാരണം എന്താണെന്നറിയോ? ഒരു കുഞ്ഞ് ഇങ്ങോട്ടേക്ക് ജനിക്കുമ്പോ ഈ ലോകത്തെ മനോഹരമാക്കാൻ അവന് മാത്രം കഴിയുന്ന, ലോകം കാത്തു വെക്കുകയും കാതോർത്തിരിക്കുകയും അവനിൽ നിന്ന് മാത്രം സ്വീകരിക്കാൻ വേണ്ടി ലോകം ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രഗത്ഭമായ പ്രധാനമായ അവന്റെ സോഫ്റ്റ്വെയറിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ള അവന്റെ ഉള്ളിലെ പാഷൻ എന്ന് പറയുന്ന, അഭിനിവേശം എന്ന് പറയുന്ന ലോകത്തിന് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുണ്ടല്ലോ, സോഫ്റ്റ്വെയർ. അത് കൊടുക്കുകയും അവന്റെ വിധി വൈപരീത്യത്താൽ അവന്റെ രക്ഷിതാക്കളും അവനെ ശിക്ഷണം ചെയ്ത ഗുരുക്കന്മാരും അവന്റെ സമൂഹവും അവനെ വളർത്തിയ കുടുംബവും എല്ലാം കൂടെ അവനെ വികൃതമാക്കി. നിത്യചൈതന്യ ചേച്ചി പറഞ്ഞ പോലെ ഒരു പൂന്തോപ്പിലേക്ക് നടന്നാൽ നമ്മൾ കാണുന്നത് കുറുക്കന്മാരെയും കുറുനരികളെയും ജിറാഫിനെയും വലിയ പുലിയെയും ആനയെയും ഒക്കെയാണ്. അവിടെ ചെടികളെ കാണുന്നില്ല, മനോഹരമായ ഒരു സസ്യജാലത്തെയും കാണുന്നില്ല. കാരണം എല്ലാറ്റിനെയും വെട്ടി വികൃതമാക്കിയിട്ട് ആ രൂപവൈകൃതം ഭാവിച്ച ഒരു സംഭവമാക്കിയിട്ട് എല്ലാ പൂന്തോട്ടവും മാറിപ്പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ വളർത്തിയ ചുറ്റുപാട്, ശിക്ഷണം ചെയ്ത പാഠശാല, നമ്മളെ അനുകൂലം എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിച്ച് നമ്മുടെ സമൂഹവും ഭരണവർഗവും എല്ലാവരും കൂടെ നമ്മളെ മറ്റൊന്നാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന എന്താ സ്ഥിതിവിശേഷം എന്നറിയാവോ? നമ്മുടെ ഉള്ളിൽ നിന്ന് ജ്വലിക്കേണ്ട അഗ്നി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ കുടുംബത്തിനും നമുക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാട്ടിനും ലോകത്തിനും ഒക്കെ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കരിഞ്ഞുണങ്ങിപ്പോവുകയും വേറെ എന്തോ ഒരു അനുകരണത്തിന്റെ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെടലിന്റെ, നമ്മുടെ രക്ഷിതാക്കൾക്ക് നഷ്ടബോധം വന്ന് അവരുടെ കുട്ടിക്കാലത്ത് ലഭിക്കാതിരുന്ന എന്തോ ഒന്നിനു വേണ്ടി നമ്മളെ ഒരു ടൂളാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും നമ്മുടെ സെമിത്തേരികളും ശ്മശാനങ്ങളും കബറിടങ്ങളും സമ്പൽ സമൃദ്ധിയുടെ ഭൂമിയിടങ്ങളായി മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ ഉള്ളിനെ ജ്വലിപ്പിക്കേണ്ട, ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ഇച്ഛിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളാവുക എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവിത കല ഉണ്ടല്ലോ, ആസ്വാദനം. അത് തന്നെ നമ്മുടെ പ്രൊഫഷനും, അത് തന്നെ നമ്മുടെ ഹോബിയും, അത് തന്നെ നമ്മുടെ ജീവസന്ധാരണവും, അത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ മൂല്യ ലക്ഷണങ്ങളുള്ള ഏറ്റവും വലിയ ലക്ഷ്യങ്ങളും ആയിത്തീരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മളെ നയിക്കുക എന്നുള്ളതാണ് +2 വരെയുള്ള വിദ്യാഭ്യാസം. എന്ന് പറഞ്ഞാൽ സംതിങ് അബൌട്ട് എവറിത്തിങ് എന്നാ പറയാം. +2 വരെയുള്ള വിദ്യാഭ്യാസം എന്താ പറയുക? സംതിങ് അബൌട്ട് എവറിത്തിങ്. എല്ലാറ്റിനെ കുറിച്ചും ഒരു മിനിമം മാർക്ക് നമുക്ക് വേണമല്ലോ, അല്ലെ? എല്ലാറ്റിനെ കുറിച്ചും വേണമല്ലോ മിനിമം മാർക്ക്. എന്നാൽ +2 ശേഷം എന്താണ്? എവറിത്തിങ് അബൌട്ട് സംതിങ് എന്നാണ്. പിന്നെ നിങ്ങൾ എല്ലാം കൂടി പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പഠിക്കുകയും ചെയ്യരുത്. നമുക്ക് +2 കൂടി കിട്ടിയ നമ്മുടെ ഉള്ളിന്റെ സോഫ്റ്റ്വെയർ പുറത്തെടുക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടല്ലോ. അതെങ്ങനെയാ കിട്ടുക? നമ്മൾ പറഞ്ഞല്ലോ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്, അല്ലേ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഭിരുചി ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറെ വിഭവങ്ങള് നമ്മുടെ ഭക്ഷണ തളികയിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കും, അല്ലെ? ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇതാണ് അഭിരുചി ടെസ്റ്റ്. ഇതുപോലെ ഒരു ടെസ്റ്റിംഗ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് നമ്മൾ ചെയ്യുന്നു, സ്കൂൾ കാലയളവിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് സ്കൂൾ മാർക്കിനെ മാത്രം അപേക്ഷിച്ചിട്ടല്ല, അതിനെ ബന്ധപ്പെടുത്തിയിട്ടല്ല ചെയ്യുന്നത്. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടാലന്റ്, സർഗസിദ്ധികൾ, ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച സർഗസിദ്ധികൾ ഉണ്ടല്ലോ, ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എന്ന് പറയല്ലോ. ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ തപ്പി പഠിക്കണം. ഉള്ളിലാ ഉള്ളത്, ഇരുട്ടിലാ ഉള്ളത്, അത് പലപ്പോഴും പുറത്തേക്ക് ഉണ്ടാവില്ല. അപ്പൊ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ, അത് സെർച്ച് ചെയ്യണം, അല്ലെ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യണം. ടാലന്റ് സെർച്ച് ചെയ്യണം. സെർച്ച് ലൈറ്റ്, അല്ലെ? സെർച്ച് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തപ്പി പിടിക്കണം. ഇങ്ങനെ ഉള്ളിൽ ഇരുട്ടിൽ മറിഞ്ഞു കിടക്കണം. നമ്മുടെ ഉള്ളിന്റെ ആ സർഗസിദ്ധിയെ സെർച്ച് ചെയ്യണം. രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തതോ, നമ്മുടെ ഓരോരുത്തർക്കും ഉള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടല്ലോ, നമ്മുടെ താല്പര്യ മേഖല, ഇതെല്ലാം വ്യത്യസ്തമാണ്. ഡൈനിങ് ടേബിളിൽ നിറഞ്ഞ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടെ വാരി വലിച്ച് കഴിക്കുവോ? ആരും കഴിക്കില്ലല്ലോ, അല്ലെ? ബഫേയിൽ പോയാൽ, 5 സ്റ്റാർ ഹോട്ടലിലെ ബഫേയിൽ പോയാൽ എന്തൊക്കെ വിഭവങ്ങളാണ്, 100 കണക്കിന് വിഭവങ്ങൾ ഉണ്ടാവും. എല്ലാം കൂടെ നമ്മൾ ആരെങ്കിലും കഴിക്കുവോ? നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. കാരണം പലതും നമ്മുടെ അനിഷ്ടകരമായ ഭക്ഷണമായിരിക്കും. ഇതുപോലെ ഇഷ്ടങ്ങൾ ഒബ്സർവ് ചെയ്താലേ മനസ്സിലാവുള്ളൂ എങ്ങോട്ട് കൈ പോകുന്നു, ആ ഭക്ഷണത്തിലേക്ക് എങ്ങനെ പോകുന്നു. ഇതാണ് ഇൻട്രസ്റ്റ് ഒബ്സർവേഷൻ എന്നാ പറയാ.
നമ്മുടെ താല്പര്യങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഇതിനാണ് രക്ഷിതാക്കളും ഗുരുക്കന്മാരും. ആ കുട്ടിയുടെ താല്പര്യം എവിടെയാണ്? മൂന്നാമത്തെ കാര്യമാണ്. നാലാമത്തെ ഒന്ന് എന്താണ്? സ്കില്ലുകൾ, നൈപുണികൾ, പാഠവങ്ങൾ. ഇതിനെന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ, സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ, അങ്ങനെയാണ്. SDC, എല്ലായിടത്തും ബോർഡ് കാണാം, SDC. അതിന് കേന്ദ്രത്തിന്റെ ഫണ്ടുകൾ, കേരളത്തിന്റെ ഫണ്ടുകൾ, സംസ്ഥാനത്തിന്റെ പ്രത്യേക ഫണ്ടുകൾ, ഇങ്ങനെയൊക്കെ നീക്കി വെക്കും. എന്താ? സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ. ഇതിലേക്ക് +2 ആവുമ്പോഴേക്കും അവന്റെ സ്കിൽ എന്താണ്, നൈപുണി എന്താണ്, പാഠവം എന്താണ്, അവനുള്ള പ്രത്യേകമായ ഒരു സ്ഥായിയായ സ്ഥിതിവിശേഷം എന്താണ്, ഇതാണ്. 1 ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നു, 2 ടാലന്റ് സെർച്ച് ചെയ്യുന്നു, 3 ഇൻട്രസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നു, 4 സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു. ഈ 4ഉം നമ്മളെ +2 കൂടി ഇങ്ങനെ ചെയ്ത് +2 കഴിയുമ്പോഴേക്കും അഞ്ചാമത്തെ ഒന്ന് എന്ന് പറഞ്ഞാൽ ഇതൊരു കടച്ചിലാണല്ലോ അല്ലേ? ഇതൊരു കടച്ചിലാണ്. നമ്മുടെ വീട്ടില് തൈര് കടയും അല്ലേ, തൈര് കടയുമ്പോ അതിൽ വൈറ്റ് അല്ലെ, വൈറ്റ് പോർഷൻ കംപ്ലീറ്റ് വെള്ള നിറത്തിലുള്ള ആ സംഭവത്തിൽ പിന്നെ എന്താ വരുന്നത്? കടച്ചിലിന്റെ ഊക്കും ഉശിരും കൂടിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? എന്താ വരിക? അതിന്റെ മേൽപ്പാടയിലേക്ക് അല്ലെ ഒരു സാധനം യെല്ലോയിഷ് ഗോൾഡൻ കളറില് മേലോട്ടേക്ക് ഒരു സംഭവം പൊങ്ങി വരും. ഇതിനാണ് നമ്മളെ എന്താണ്? ക്രീമി ലെയർ. അതിന് വേറൊരു അർത്ഥത്തിൽ പേരിട്ടുണ്ട്, ക്രീമി ലെയർ, വെണ്ണപ്പാട. ഈ വെണ്ണപ്പാട എല്ലാം കൂടെ കൂട്ടിയെടുത്തിട്ട് നമ്മളിങ്ങ് പുറത്തേക്ക് എടുത്താൽ അതിൽ ഏറ്റവും സമ്പുഷ്ടമായ, ഏറ്റവും സമഗ്രമായ അതിന്റെ ആത്മസത്ത എന്ന് പറയുന്ന സാധനമാണ് അത് എടുക്കുന്നത്. ഇതുപോലെ നമ്മുടെ +2 കൂടി നിങ്ങൾ 1ാം തരവും 2ാം തരവും 8ാം തരവും 10ാം തരവും 11ഉം 12ഉം ഒക്കെ പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഏറ്റവും പ്രഗത്ഭമായ കടച്ചിൽ, പ്രഗത്ഭമായ പ്രോസസ് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡിനെ ടെസ്റ്റ് ചെയ്തും, ടാലന്റിനെ സെർച്ച് ചെയ്തും, പിന്നെയോ ഇൻട്രസ്റ്റിനെ ഒബ്സർവ് ചെയ്തും, അതുപോലെ തന്നെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തും എടുത്തിട്ട് അഞ്ചാമത്തെ ഒരു കാര്യം, കടച്ചിലിൽ നിന്ന് നമുക്ക് കൂറിക്കൂടി വരേണ്ട 12ാം ക്ലാസ്സിൽ നമുക്ക് പുറത്തെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമഗ്രത, അതിന്റെ ആത്മസത്ത എന്ന് പറയുന്നത് അവന്റെ പാഷൻ, അവളുടെ പാഷൻ. ഇതാണ് നമ്മൾ ദൈവികമായി പറഞ്ഞ അവന്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞത്. ഗർഭസ്ഥ ശിശു ആവുന്നതിന് മുമ്പ് തന്നെ അവനിലേക്ക് ദൈവം എന്താണ് ഊട്ടി ഉറപ്പിച്ച അവന്റെ ജീവിതത്തിന്റെ ഹോബി എന്നോ, അവന്റെ പ്രൊഫഷൻ എന്നോ, അവന്റെ ജീവസന്ധാരണ കലയെന്നോ, ഈ ലോകത്തിന് കിട്ടേണ്ട അവനിൽ നിന്നുള്ള ഏറ്റവും കാവ്യാത്മകമായ ഹിയർ യുവർ സോങ്, മൈൻഡുകളിലൊക്കെ അത് അങ്ങനെ പറയാം, ഹിയർ യുവർ സോങ്, നീ നിന്റെ പാട്ട് കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക, അത് ആസ്വദിപ്പിക്കുക കൂടി ചെയ്യുക ലോകത്തെ എന്നാണ്. ഇത് ആസ്വദിച്ചും നമ്മൾ കഴിഞ്ഞ് അങ്ങ് പോകുമ്പോഴാണ് അർക്കിത്തം പറഞ്ഞ പോലെ അതിന്റെ ജീവിതത്തിന്റെ മനോഹാരിത നമുക്കും നമ്മുടെ ശേഷം ഇവിടെ അടയാളപ്പെടുത്തലായിട്ട് ഈ ലോകത്തിനും കൊടുത്തു പോകാൻ പറ്റുള്ളൂ. ഇതാണ്. അപ്പൊ അത് പണിയെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, കേവലം ഒരു തൊഴിലിനോ ആ തൊഴിലിൽ നിന്ന് കിട്ടുന്ന കേവലമായ പണമൂല്യത്തിനോ വേണ്ടി മാത്രമായിട്ട് വിദ്യാഭ്യാസത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വലിയ ഭവിഷ്യത്തിനെ കുറിച്ചാണ് ഈ സൂചന. അതുകൊണ്ട് അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷിതാക്കളാണെങ്കിലും, നമ്മുടെ ഗുരുക്കന്മാരാണെങ്കിലും, നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും, നമ്മുടെ സമൂഹമാണെങ്കിലും, നമ്മുടെ ഭരണകർത്താക്കളാണെങ്കിലും അവിടെ ഒക്കെ കൊടുക്കും. ഭരണകർത്താക്കൾ എന്ന് പറയുമ്പോൾ രണ്ട് പ്രാവശ്യം MLA മാർക്ക് നമ്മുടെ അസംബ്ലി കോംപ്ലക്സിൽ വെച്ചിട്ട് നമ്മുടെ ട്രെയിനിങ് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ 2 തവണയും ഊന്നിപ്പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇത് തന്നെയായിരുന്നു. +2 കൂടി നമുക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആത്മസത്ത എന്ന് പറയുന്ന, അതിന്റെ ക്രീമി ലെയർ എന്ന് പറയുന്ന, അതിന്റെ പാഷൻ, അല്ലെങ്കിൽ പിന്നെ ജപ്പാനികൾ എന്താ പറയാ, ഇക്കിഗായ് എന്ന് പറയും. ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ളത്. കാരണം എന്താ അറിയോ? ഇഷ്ടമുള്ളതിലാണ് ആരോഗ്യമുള്ളത്, ഇഷ്ടമുള്ളതിലാണ് ആത്മീയത ഉള്ളത്, ഇഷ്ടമുള്ളതിലാണ് ദൈവികത ഉള്ളത്, ഇഷ്ടമുള്ളതിലാണ് നമ്മുടെ മനസ്സുള്ളത്, ഇഷ്ടമുള്ളതിലാണ് പ്രപഞ്ചം ഉള്ളത്, ഇഷ്ടമുള്ളതിലാണ് പ്രകൃതി ഇണങ്ങുന്നത്. ഇഷ്ടമില്ലാത്തതിലൊക്കെ അനാരോഗ്യം വരും, അപശബ്ദം വരും, നമുക്ക് ദേഷ്യം വരും, നെഗറ്റിവിറ്റി വരും. ഇഷ്ടക്കേടിലൊക്കെയും നമുക്ക് വിപരീതമായ എനർജിയും അസുഖങ്ങളും വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ നെഗറ്റീവ് എനർജിയുടെ പ്രതിഫലനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി ഇമ്പാക്റ്റ് ആണ് നിങ്ങളുടെ ആരോഗ്യത്തെ കാരണുന്ന രോഗങ്ങളായി വരുന്നത്. നിങ്ങൾ ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അകാല വാർദ്ധക്യത്തിലേക്കും അകാല മരണത്തിലേക്കും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇഷ്ടമില്ലാത്തതിന്റെ ലോകത്തേക്ക് നയിക്കപ്പെടുകയും അടിമപ്പെടുകയും നിർബന്ധിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ള ഒരു വിരോധാഭാസത്തിന്റെ
എന്താ പറയാ പ്രയാണമായിട്ട് വിദ്യാഭ്യാസവും അതിനനുബന്ധമായിട്ടുള്ള ജോലി തിരഞ്ഞെടുക്കലും മാറുമ്പോഴാണ് ലോകത്തെ ഏറ്റവും വലിയ കഷ്ടതയും നഷ്ടവും പ്രയാസവും ദാരിദ്ര്യവും എല്ലാം വരുന്നത് എന്നതാണ് സൈക്കോളജിക്കലി പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ പാഷൻ എന്ന് പറയുന്ന ജപ്പാനികൾ ഇക്കിഗായ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിനെ അതിൽ തന്നെ നിങ്ങൾ മികവ് തേടുക, എക്സ്പെർട്ടൈസ് ചെയ്യുക, നിങ്ങൾ അതിൽ തന്നെ ഒരു വിദഗ്ധനാവുക. രണ്ടാമത്തത്, പിന്നെ ആ വൈദഗ്ധ്യം ലോകത്തിന് ആവശ്യമുണ്ടോ എന്ന് നോക്കുക. തീർച്ചയായിട്ടും ആവശ്യമുണ്ടാകും. അത് ആവശ്യമുള്ളത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെന്ന് തിരിച്ചറിയുക. ലോകത്തിന് ഒന്നിച്ചാണോ, ലോകത്തിന്റെ ഏതെങ്കിലും രാജ്യത്താണോ, ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്താണോ, ആ ഭാഗത്തെ തിരിച്ചറിയുക. ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ജീവിതത്തെ ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാനും അനുഭവിക്കാനും നിങ്ങളുടെ അനന്തര തലമുറയ്ക്ക് നിങ്ങൾ സമ്പാദിച്ചു വെക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും സേവ് ചെയ്യാനും അതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റുപാട് എന്ന് പറയുന്ന അയൽപക്കവും സമൂഹവും ജീവൽ പ്രധാനമായ നിങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടിലേക്ക് നിങ്ങളുടേതായ ചാരിറ്റി സർവീസിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ വിയർപ്പിന്റെ രക്തത്തിന്റെ മൂല്യത്തിന്റെ ആ നാണയത്തുട്ടുകളായിട്ട് കൊടുക്കാൻ ഉള്ളത് മൂന്നാണ് അല്ലെ. സ്വന്തം അനുഭവിക്കാൻ, അടുത്ത തലമുറയ്ക്ക് അനുഭവിക്കാൻ, നമ്മുടെ ചുറ്റുപാടിന് സമൂഹത്തിന് അനുഭവിക്കാൻ. സമൂഹം നമ്മളെ വളർത്തിയല്ലോ, നമ്മൾ വലുതാക്കിയല്ലോ. ഒരു ഡോക്ടർ ആകുമ്പോഴേക്ക് സമൂഹത്തിന്റെ എത്ര പണമാണ് അതിന്റെ പിന്നിൽ, എത്ര അധ്വാനമാണ് അതിന്റെ പിന്നിൽ, എത്ര ബുദ്ധിമുട്ടുകളാണ് അതിന്റെ പിന്നിൽ. ഒരു എഞ്ചിനീയർ ആകുമ്പോഴേക്ക്, ഒരു ടീച്ചർ ആകുമ്പോഴേക്ക്, നമ്മളൊക്കെ അങ്ങനെ ആയിത്തീരുമ്പോഴേക്ക് ഈ സമൂഹം സഹിച്ച ത്യാഗങ്ങൾ, ഈ സമൂഹം നമുക്ക് തന്ന നിലനിൽപ്പിന്റെ അനുകൂലനങ്ങൾ, ഈ സമൂഹം നമുക്ക് വേണ്ടി ത്യജിച്ച ഒരുപാട് സൗകര്യങ്ങൾ, ഇതിനൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ നമ്മുടെ സമ്പാദ്യത്തിന്റെ മൂന്നായി ഭാഗിക്കുമ്പോ നമ്മൾക്കുള്ളത്, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ അയൽവക്കത്തിനും നമ്മുടെ സമൂഹത്തിനുള്ളത്, നമ്മുടെ അനന്തര അവകാശികൾക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത് എന്നൊക്കെ വരും അല്ലെ. ഇങ്ങനെ ഇക്കിഗായെ ജപ്പാനികൾ പറയുന്നു. ഇക്കിഗായുടെ 4 വിശേഷങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതിനെ തിരഞ്ഞെടുക്കുക, അതിനെ മുറുകെ പിടിക്കുക എന്നാണ്. അതിനെ മുറുകെ പിടിക്കുക. ഏത് പ്രയാസം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് കൊറോണയുടെ, ഏത് കോവിഡിന്റെ ആടി ഉലയുന്ന ലോകത്തിന്റെ അവസ്ഥകൾ നിങ്ങളെ ഭയപ്പെടുത്തിയാലും നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയുന്ന, നിങ്ങളുടെ മനസ്സിഷ്ടപ്പെടുന്ന, നിങ്ങളുടെ ആത്മാവ് തേടുന്ന, നിങ്ങളുടെ ഉൾവിളിയായിട്ടുള്ള, നിങ്ങളുടെ ആത്മദാഹമായിട്ടുള്ള, നിങ്ങളുടെ പാഷനായിട്ടുള്ള, നിങ്ങളുടെ യുണീക്ക് എബിലിറ്റി ആയിട്ടുള്ള, നിങ്ങളുടെ അനന്യത എന്ന് പറഞ്ഞ നിങ്ങളുടെ വിരലറ്റത്ത് ഉല്ലേഖനം ചെയ്യപ്പെട്ടതിന്റെ ആ ചിപ്പിലുള്ള ഉള്ളടക്കമായിട്ടുള്ള, നിങ്ങളുടെ ഡിസ്റ്റിങ് ഫോർട്ടെ ആയിട്ടുള്ള, നിങ്ങളുടെ ഇക്കിഗായ് ആയിട്ടുള്ള, നിങ്ങളുടെ ദൈവികമായ അംശമായിട്ടുള്ള അതിനെ വിട്ടുകളയല്ലേ. അതിനെ ഒരിക്കലും വിട്ടുകളയല്ലേ. അതാണ് നമ്മൾ ഇരുത്തിയ സീറ്റ്. അതുകൊണ്ട് മൈൻഡ് ട്യൂൺ ഹിയർ യുവർ സോങ് എന്ന് അതിനെ പറയുന്നത്. അതിന്റെ ടാഗ്ലൈൻ അതാണ്, മൈൻഡ് ട്യൂൺ ഹിയർ യുവർ സോങ്. മൈൻഡ് ട്യൂൺ എന്ന് പറയുന്നത് ഒരു 26 ആക്ഷൻ പ്ലാന് 100, 120, 90 ദിവസങ്ങൾ ആവർത്തിച്ച് കൊണ്ടുവരികയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാഠശാല 10 മണിക്കൂറിൽ ഒരുക്കി തീർക്കുകയും ചെയ്യുന്ന വർക്ക്ഷോപ്പ്. അതിന്റെ എന്താ പറയാ, ഒരു പണിശാലയാണ്, ഒരു പരിശീലന ശില്പശാലയാണ്. അപ്പൊ അത് അർത്ഥം വെക്കുന്ന ഒരു തലമാണ് ഞാൻ പറഞ്ഞത്. അത് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ജ്ഞാന സാധനയുടെ, ജീവകലയുടെ, നമ്മുടെ ജീവിതത്തെ തന്നെ പരിവർത്തിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒറ്റമൂലിയിലേക്ക്, പാഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ഒരു കൈവഴിയാണ്. അത് വന്നു കിട്ടിയാൽ പിന്നെ അടിസ്ഥാനമായി പിന്നെ ഹാർഡ് വർക്കിംഗ് ഫോർ മണി എന്ന് പറയുന്ന വളരെ തരംതാണ്. നമ്മൾ പറയാ തറ നിലവാരം. ഹാർഡ് വർക്കിംഗ് ഫോർ മണി എന്ന് പറയുന്നത് തറ നിലവാരമാണ്. അതേസമയം ഷാർപ്പ് എന്താ പറയാ അല്ലെ, ഷാർപ്പ് പെർഫോമൻസ്, അതുപോലെ തന്നെ സ്മാർട്ട് പെർഫോമൻസ്, രണ്ടും വ്യത്യാസമല്ലേ. ഹാർഡ് വർക്ക്, സ്മാർട്ട് പെർഫോമൻസ്, ഷാർപ്പ് പെർഫോമൻസ്, അൾട്ടിമേറ്റ് എക്സലൻസ് ഇൻ പെർഫോമൻസ് എന്നൊക്കെ പറയുന്ന വാക്ക് നമുക്ക് എത്ര വ്യത്യാസമുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ തന്നെ സൈക്കോളജിയിലേക്ക് പോകുമ്പോ ഹാർഡ് 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 എന്ന് പറഞ്ഞു നോക്ക്. ആവർത്തിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു നോക്ക്. നമ്മൾ ഇങ്ങനെ ക്ഷീണിക്കാൻ തുടങ്ങും. നമ്മൾ ഡിപ്രഷനിലേക്ക് പോവാനുള്ള നമ്മുടെ അഫർമേഷൻസ്, ദൃഢപ്രതിജ്ഞാ വാചകങ്ങളാണത്. നമ്മൾ തന്നെ നമ്മളെ തളർത്തുന്ന, നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ ഉള്ളിൽ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ അതിന് പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുമ്പോഴും നമ്മുടെ തന്നെ ഊർജത്തെ ചോർത്തിക്കളയുന്ന ഇതുപോലെയുള്ള ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ബ്രെയിൻ ഭാഷ എന്ന് പറയുന്നത്. കേൾക്കുന്ന ഭാഷ പ്രധാനമാണ്, കേൾക്കുന്ന വാക്കുകൾ പ്രധാനമാണ്. അത് നമ്മുടെ ആത്മാവിന്റെ അന്തരംഗത്ത് നിന്നുള്ള പുറത്തേക്കുള്ള ഉദ്ദീപനങ്ങളാണ് അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? മാഗ്നറ്റിക് ഇമ്പൾസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അനുരണനങ്ങൾ നമ്മുടെ ന്യൂറോൺസിലും നമ്മുടെ ജീവകോശങ്ങളിലും നമ്മുടെ ഓരോ രോമകൂപങ്ങളിലും അതിന്റെ പ്രതിധ്വനി ഉണ്ടാകും, അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. അത് കാത്തു സൂക്ഷിക്കണം, അതിനെ നമ്മൾ സൂക്ഷിക്കണം, ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു നിയമം തന്നെ പറഞ്ഞു, നിങ്ങളുടെ അഫർമേഷൻ ശ്രദ്ധിക്കണം.
നിങ്ങളുടെ ഓട്ടോ സെഷൻ, നിങ്ങൾ തന്നെ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്ന നിങ്ങളുടെ അന്തരംഗത്ത് നിങ്ങൾ ഇങ്ങനെ മന്ത്രിക്കുന്ന വാക്കുകൾ ഉണ്ടല്ലോ, അതെല്ലാം ശ്രദ്ധിക്കണം. ചുണ്ടുകൊണ്ട് പറയുന്നുണ്ടാവില്ല, ശബ്ദം ഉണ്ടാവില്ല, നിങ്ങളുടെ ഉള്ളിൽ പറയുന്നുണ്ടാവും പലതും. ഞാൻ തോൽക്കും, ഞാൻ തോൽക്കും, ഞാൻ തോൽക്കും, തോൽക്കാനേ, എനിക്ക് അപകടം വരും, എനിക്ക് അപകടം വരും, എനിക്ക് അപകടം വരും, അപകടം വരും, ഞാൻ വിജയിക്കും, ഞാൻ വിജയിക്കും, ഞാൻ വിജയിക്കും. വിജയിക്കുന്ന ചെയ്യും. കാരണം എന്താണ്? സെൽഫ് ടോക്ക് എന്ന് പറയുന്ന, അഫർമേഷൻ എന്ന് പറയുന്ന, ആത്മഗതം എന്ന് പറയുന്ന, അല്ലെ, അഫർമേഷൻ എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ സെൽഫ് ഇമേജ് ആയിട്ട് ബിൽഡ് ചെയ്യും. നമ്മൾ എന്താണോ ഉള്ളിൽ പറയുന്നത് അതാണ് നമ്മുടെ മുഖത്ത് നോക്കിയാൽ, നമ്മുടെ ബോഡി ലാംഗ്വേജിൽ, നമ്മുടെ ശരീരഭാഷയിൽ, നമ്മുടെ ഐ കോണ്ടാക്ടിലും ഫേഷ്യൽ എക്സ്പ്രഷനിലും, നമ്മുടെ ഓരോ ചലനങ്ങളിലും, അംഗചലനങ്ങളിലും, ഓരോ വേർഡ്സ് ബൈ വേർഡ്സിലും അത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. സെൽഫ് ടോക്കിന്റെ ആ സെൽഫ് ഇമേജ് ബിൽഡ് ചെയ്യുന്ന പ്രക്രിയയാണത്. ഈ സെൽഫ് ഇമേജിൽ നിന്ന് മാത്രമേ നമുക്ക് സെൽഫ് പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ സെൽഫ് ടോക്ക് മോശമാണെങ്കിൽ, കൊറോണയാണ്, എനിക്ക് വയ്യ, എനിക്ക് പഠിക്കാൻ പറ്റൂല, എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റൂല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന സെൽഫ് ടോക്കാണ് ഉള്ളിന്റെ അന്തരംഗത്ത് ആത്മഗതമായി ഇങ്ങനെ പ്രകമ്പനം സൃഷ്ടിക്കുന്ന അലമാലകൾ പോലെ, തിരമാലകൾ പോലെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അവന്റെ മുഖത്ത് നോക്കി വായിച്ചെടുക്കാൻ പറ്റും അവന്റെ സ്ഥിതി. അവന്റെ ബോഡി ലാംഗ്വേജിൽ അതുണ്ടാകും, അവന്റെ ഓരോ സംസാരത്തിൽ വേർഡ്സ് ബൈ വേർഡ്സിൽ അതുണ്ടാകും, അവന്റെ എല്ലാ ഭാവങ്ങളിൽ അതുണ്ടാകും. സെൽഫ് ഇമേജ്, ആ സെൽഫ് ഇമേജ് നമ്മുടെ സെൽഫ് പെർഫോമൻസ്. ബാഡ് ആയിട്ടുള്ള, മോശമായിട്ടുള്ള, ഹാർഡായിട്ടുള്ള ഒരു വാക്കാണ് സെൽഫ് ടോക്ക് ഉള്ളിൽ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഇമേജ് മോശമാകുന്ന ഉറപ്പല്ലേ. ആ ഇമേജിൽ നിന്ന് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാവില്ല, ഹാർഡ് വർക്ക് തന്നെ ഉണ്ടാവുക. ഹാർഡായ വേർഡിന്ന്, ഹാർഡായ ഇമേജിന്ന് ഹാർഡായ വർക്കാണ് ഉണ്ടാവുക. ഹാർഡ് വർക്ക് ഫോർ മണി. അവന് പണം മാത്രമാണ് ആവശ്യം, ആ പണം ഇട്ട് കിട്ടുകയില്ല, വിചാരിച്ച ആഗ്രഹിച്ച പണത്തിൽ ഒരിക്കലും എത്തുകയില്ല. ചിലപ്പെങ്ങാനും പണക്കാരനായാലും സമ്പന്നനാവൂല. ആ പണക്കാരനായിട്ട് 7ാം നിലയെന്നും 14ാം നിലയെന്നും ജീവിതത്തിന്റെ അസംതൃപ്തി നിറഞ്ഞ അവന്റെ പണക്കൂമ്പാരത്തിന്റെ ഉയരത്തിൽ നിന്ന് ചാടി മരിക്കേണ്ട, ആത്മഹത്യ ചെയ്യേണ്ട അധോഗതി മലയാളികൾക്ക് വരെ വന്നില്ലേ? നമ്മൾ കേട്ടില്ലേ? നമ്മൾ അനുഭവിച്ചില്ലേ? നമ്മൾ കൺമുമ്പിലില്ലേ ഉദാഹരണം, ഉത്തരങ്ങൾ? എന്തുകൊണ്ടായത്? അവൻ കെട്ടിപ്പണിത് തീർത്ത പണക്കൂമ്പാരം, അതാണ് പണക്കാരനാണ്. അവൻ പണക്കാരനാണ്. ആ പണക്കാരനായി ആകാശം മുട്ടെ പണം ഉയർത്തി വെച്ച് അതിന്റെ മേലെ നിന്ന് താഴോട്ട് അസംതൃപ്തിയോടുകൂടി ചാടി മരിക്കേണ്ടി വരുന്ന അധോഗതിയുടെ പേരെന്താണ്? ഇതാണോ ലൈഫ്? അതുകൊണ്ടാണ് പറഞ്ഞത് സെൽഫ് ടോക്ക് പോസിറ്റീവ് ആക്കിയാൽ അതിന്റെ പോസിറ്റീവ് വൈബ്രേഷനിൽ നിന്ന് സെൽഫ് ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ സെൽഫ് ഇമേജിൽ നിന്ന് സെൽഫ് പെർഫോമൻസിനെ നമുക്ക് പെർഫോമൻസ് എന്ന് പറയുന്ന ഷാർപ്പായിട്ട്, അതുപോലെ സ്മാർട്ടായിട്ട്, അതിന്റെ എക്സലൻസ് ആയിട്ട്, അതിന്റെ അൾട്ടിമേറ്റ് എക്സലൻസിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്യുക എന്തിനാണെന്നറിയോ? സെൽഫ് ടോക്കിനെ തന്നെ. അത് സെൽഫ് ടോക്കിനെ പിടികൂടും. അപ്പൊ സെൽഫ് ടോക്ക് ഒന്നുകൂടെ എന്താക്കും? അതിനെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ ഇൻസ്പിറേഷൻ ലെവലിൽ പുറത്തേക്ക് വരും. അതിനെ സെൽഫ് സ്റ്റാർട്ട് ആയിട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യണ്ട, പിന്നെ കുത്തി സ്റ്റാർട്ട് ചെയ്യണ്ട. അവൻ സെൽഫ് സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു ഫ്ലൈവീൽ ഇമ്പാക്ട്, ഫ്ലൈവീൽ എഫക്ട്, അത് മൂളി 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 എനർജി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടർബൈൻ പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് റിവേഴ്സ് ആയിട്ടുള്ള നെഗറ്റീവിലേക്കുള്ള പോക്കും, അതുപോലെ തന്നെ പോസിറ്റീവ് പ്രോഗ്രസീവ് വേയിലേക്കുള്ള നമ്മുടെ ആന്തോളന ചലനങ്ങളുടെ ത്വരിത വേഗതയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വലിയ സമ്പന്നതയിലേക്കുള്ള പോകും. പണക്കാരനാവുക, സമ്പന്നനാവുക എന്ന മാറ്റം. ഇത് രണ്ടും വലിയ വ്യത്യാസമുണ്ട്. മനുഷ്യനാവുക, മാനവികനാവുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പണക്കാരനാവുക, സമ്പന്നനാവുക എന്ന പദങ്ങൾ. വലിയ അർത്ഥതലങ്ങളാണ്. അപ്പൊ പണക്കാരനാവാനല്ല നമ്മള് ആളുകളെ, കുട്ടികളെ പ്രചോദിപ്പിക്കേണ്ടത്, സമ്പന്നനാവാനാണ്. അതിൽ പണമുണ്ട്, അതിലേറെ വലിയ കുലീനതയും പ്രതാപവും, അതിലേറെ വലിയ കാഴ്ചപ്പാടും, അതിലേറെ വലിയ കാഴ്ചകളും, ആത്മീയമായ വലിയ 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 അസ്ഥിവാരങ്ങളും ഉണ്ട്, അല്ലെ? എല്ലാം ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അവാർഡുകളുണ്ട്, റിവാർഡുകളുണ്ട്, എല്ലാം ഉണ്ട്. അത് അല്ലെങ്കിലോ ഹാർഡ് വർക്കിംഗ് ഫോർ മണി എന്ന തറ നിലവാരത്തിൽ അവൻ ഇങ്ങനെ എഴഞ്ഞെന്നും ആ കഷ്ടതയുടെ, നഷ്ടത്തിന്റെ, അതുപോലെ ദാരിദ്ര്യത്തിന്റെ, പട്ടിണിയുടെ, അവൻ കിട്ടാഖനിയുടെ സ്വപ്നങ്ങളുടെ മാർഗത്തിൽ തന്നെ പോവുകയും അവൻ ആപതിച്ച് എന്താ പറയാ ആഴക്കയത്തിലേക്ക് അവൻ വീണുപോവുകയും ചെയ്യും. അതാണ് ലോകത്ത് ആയിരങ്ങൾക്ക് പറ്റുന്ന 99% ആളുകൾക്കും പറ്റുന്ന ഏറ്റവും വലിയ പരമ അബദ്ധം. ആ അബദ്ധത്തിൽ നിന്ന് കുട്ടികളെ കൈപിടിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തമമായ ഗൗരവപ്പെട്ട ഒരു ബോധ്യവും ബാധ്യതയും ഉത്തരവാദിത്വവും റെസ്പോൺസിബിലിറ്റിയും വഹിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? നമ്മള് ഗൈഡൻസ് കൊടുക്കുക. എന്താണ്? ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്നാണ്. ഫ്രണ്ട് ആവണം, അല്ലെ? ചുമലിൽ കൈവെക്കണം. അവരുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ നീട്ടിക്കൊടുക്കണം. അവരുടെ ഹൃദയങ്ങളുമായി കൂട്ടിയോജിപ്പിച്ച് ആലിംഗനം ചെയ്യണം. അതാണ് ഫ്രണ്ട്ഷിപ്പ്.
അല്ലെ? ഹൃദയത്തോട് ആത്മലയങ്ങൾ സാധിച്ച് എന്താ പറയാ ആത്മലയത്തോളം എത്തുന്ന ആ ലെവലിലേക്ക് ഒരു ശരീരം വേദനിക്കുമ്പോൾ മറ്റേ മനസ്സും ശരീരവും നിലവിളിക്കുന്ന, അല്ലെങ്കിൽ മറ്റേ മനസ്സിൽ സന്തോഷം വരുമ്പോൾ ഈ മനസ്സും ആത്മാവും സന്തോഷിക്കുന്ന, ചിരിക്കുന്ന, അതിന്റെ ആഹ്ലാദത്തിൽ ആടി തകർക്കുന്ന ഒരു അവസ്ഥ, സംലയനം, രണ്ടുപേർ തമ്മിൽ വരിക, അതാണ് ഫ്രണ്ട്ഷിപ്പ്. ഇതാണ് കുട്ടികളും ഗുരുക്കന്മാരും കുട്ടികളും രക്ഷിതാക്കളും ആയിട്ട് വരുന്നത്, ഫ്രണ്ട്ഷിപ്പ്. പിന്നെയോ ഫിലോസഫർ, ഇതുപോലെയുള്ള ദാർശനികമായ, അക്കിത്തം പറഞ്ഞ പോലെ ദാർശനികമായ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും, നമ്മൾ അനുഭവിച്ചു വന്ന നെരിപ്പോടുകളിൽ നിന്നും തുണ്ടമായി, അത് സിലബസിന്റെ പാഠപുസ്തകത്തിൽ നിന്നല്ല, അതുപോലെ മറ്റാരെങ്കിലും എഴുതി വെച്ച ഒരു വാറോലകളിൽ നിന്നല്ല, നമ്മുടെ ജീവിതത്തിന്റെ ആ ഗ്രന്ഥപുരയിലെ ഒരു ഏടെടുത്ത് പറിച്ച് കീറിയെടുത്ത് ആ പേജിനെ കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾക്ക് മണക്കാനും രുചിക്കാനും തൊട്ടു നോക്കാനും ആ പേജിന്റെ അരികിലൊക്കെ രക്തക്കറകൾ, രക്തത്തിന്റെ പൊടിപ്പുണ്ടാവണം, രക്തം കാണണം. നമ്മുടെ ജീവിതത്തിന്റെ ആ പുസ്തകത്തിൽ നിന്ന് ഒരു പേജ് പറിച്ചെടുത്തിട്ട് ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുത്താൽ ആ കുഞ്ഞ് അത് ദൈവത്തിന്റെ പ്രമാണ പത്രം പോലെ എന്നും കാത്തു സൂക്ഷിക്കണം. കാരണം എന്താ? ഈ ഗുരുവിന്റെ ജീവിതത്തെ പകുത്തു കൊടുത്താണ്. അതിന്റെ പേജിന്റെ സൈഡുകളിലൊക്കെ എന്തുണ്ട്? രക്തത്തിന്റെ മണമുണ്ട്, രക്തത്തിന്റെ നിറമുണ്ട്, രക്തത്തിന്റെ പൊടിപ്പുണ്ട്. ഇത് കൊടുക്കാൻ കഴിയണം. അപ്പൊ അവന്റെ ചിന്തകൾ എന്താ? ചിന്തകളെയാണ് നമ്മൾ പിടികൂടുന്നത്. ഈ ചിന്തകൾ തന്നെയാണ് മനുഷ്യൻ സമം മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്ത പുറത്തേക്ക് വിടുന്ന അതിന്റെ ഔട്ട്പുട്ടിനെയാണ് മനസ്സെന്ന് പറയാ. ചിന്തിക്കുന്നത് എവിടെയാണ്? ചിന്തയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുകളെല്ലാം വിനിമയം ചെയ്യപ്പെടുന്നത് നമ്മുടെ ന്യൂറോണിലാണ്, അല്ലെ? ബ്രെയിനിലെ ന്യൂറോണിലാണ്. അതിലേക്ക് നമ്മെ നയിക്കുന്നത് സർവ്വ ജീവകോശങ്ങളുടെയും സപ്പോർട്ടാണ്. അതിന്റെ എല്ലാം ഉൾക്കനമാണ് ഇവിടെ. അപ്പൊ അതിൽ നടക്കുന്ന എല്ലാ പ്രോസസ് പ്രക്രിയകളുടെയും ഔട്ട്പുട്ടിനെ, അതിന്റെ സംഗ്രഹത്തെ, അത് പുറത്തേക്ക് വിടുന്നതിന് നമ്മൾ മനസ്സ് എന്ന് പറയും. ഈ മനസ്സിനെ ശാക്തീകരിക്കാൻ, ഈ മനസ്സിനെ സമ്പുഷ്ടമാക്കാൻ, ഈ മനസ്സിനെ നന്നാക്കാൻ കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും നന്നായി എന്നല്ലേ? ഈ മനസ്സിനെ നന്നാക്കാൻ മനസ്സിനെ നന്നാക്കാൻ, മനുഷ്യൻ സമം മനസ്സ്. അപ്പൊ അവിടെ നന്നാക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഒരു യാഥാർത്ഥ്യം പഠിക്കണം. കാരണം നമ്മുടെ എനർജി, ഇതെല്ലാം എനർജി ആണെന്നുള്ളത് നമ്മുടെ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? E സമം mc². ദ്രവ്യത്തെ ഊർജത്തെ ദ്രവ്യമായും പരിവർത്തിപ്പിക്കാം എന്ന് പറഞ്ഞാൽ എല്ലാം ഊർജമാണ്, എല്ലാം ഊർജ തരംഗങ്ങളാണ്. ഈ തരംഗങ്ങളുടെ വൈബ്രേഷൻ നമ്മൾ കാണാത്ത അത്ര സ്പീഡിലാവുമ്പോ, നമ്മളല്ലേ ഹൈ സ്പീഡിൽ ഫാൻ ഇട്ടാൽ നമ്മൾ ഒരവസ്ഥ ഉണ്ടല്ലോ, അങ്ങോട്ട് മേലോട്ട് നോക്കിയാൽ അല്ലെ? ഹൈ സ്പീഡിൽ കറങ്ങുന്ന ഒരു ചക്രത്തിലേക്ക് നോക്കി. ഇതുപോലെ പ്രകമ്പനത്തിന്റെ അതിവേഗതയുടെ, അതിസൂക്ഷ്മതയുടെ, അപാരമായ, നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത തലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മളിങ്ങനെ കാണുക, ഇതൊക്കെ പ്രകമ്പനത്തിന് വിധേയമാണ്. ഒരു കല്ല് പോലും, അല്ലെ, ഒരു വായു ഖണിക പോലും, ലോകത്തുള്ള ഏത് പദാർത്ഥം പോലും. അപ്പൊ ഖരം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഒരു ഊർജ്ജമുണ്ട്. അത് ദ്രാവകത്തിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ഊർജ്ജ ലെവലിലേക്ക് മാറുകയാണ്. മൂന്നാമത്തെ വാതകത്തിലേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ ലെയർ ഓഫ് എനർജി, മൂന്നാമത്തെ സ്റ്റേജ് ഓഫ് എനർജി, ഊർജത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അത് മാറുകയാണ്. അതിൽ നിന്ന് പ്ലാസ്മ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ എന്താ സ്ഥിതി, അല്ലേ? പ്ലാസ്മ എന്ന് പറയുന്ന എനർജിയുടെ ആ കൺവേർഷൻ ഉണ്ടല്ലോ, ഫോർത്ത് സ്റ്റേജ്, ആ ലെവലിലേക്ക് പോകുമ്പോ സൂര്യനിലും നക്ഷത്രങ്ങളിലും ഒക്കെ നടക്കുന്ന വലിയ വിസ്ഫോടനം, ഹൈഡ്രജൻ, അല്ലെ, ആറ്റങ്ങളുടെ എന്താ പറയാ സങ്കലനം, അല്ലെ, അറ്റോമിക് ഫ്യൂഷൻ, സങ്കലനം, അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അഭൂതപൂർവമായ, അത്ഭുതകരമായ, അപരിമേയമായ, എന്താ പറയാ, കണക്കറ്റ ഊർജത്തിന്റെ സംപ്രേഷണം. അതും കഴിഞ്ഞ് പോയാലേ ലൈറ്റ് ബീംസ്, അതിലൊക്കെ ചെറിയ സംഭവം എക്സ്റേയിലൊക്കെ നമ്മൾ എടുക്കുന്നു, അല്ലെ ഇൻഫ്രാറെഡിൽ എടുക്കുന്നു, അൾട്രാ വയലറ്റ് എടുക്കുന്നു. ഈ രശ്മികൾ, ലൈറ്റ് ബീംസ്, അതിന്റെ എനർജി ഫോം 5ാമത്തെ ലെയറിൽ നമുക്ക് എണ്ണാൻ പറ്റുന്നു. 6ാമത്തെ ലെയറില് ബോസ് എന്ന ശാസ്ത്രജ്ഞനും ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞനും കൂടെ കണ്ടെത്തിയ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, അല്ലെ, 6ാമത്തെ എനർജി ലെയർ, ആ ഫോം ഓഫ് എനർജി. അതിന് ഭയങ്കരമായ, അതെന്താ പറയുന്നത്, ഇപ്പോ ഏറ്റവും വലിയ കിങ്ഡം ടവർ, അല്ലെങ്കിൽ എന്താണ് ക്രീക്ക് ടവർ, അല്ലെങ്കിൽ ബുർജ് ഖലീഫ, അല്ലെങ്കിൽ ട്വിൻ ടവർ, ഇതിനെയൊക്കെ അടിച്ചൊതുക്കി കംപ്രസ് ചെയ്താൽ ഒരു ചെറിയ കൂട്ടിലേക്ക്, ചെറിയ ഒരു ചിപ്പിലേക്ക് അതിനെ ഒതുക്കാൻ പറ്റും, ഒരു തീപ്പെട്ടിക്കൂടിലേക്ക് ഒതുക്കാൻ പറ്റും എന്ന് പറയുന്ന അത്ഭുതകരമായ ടെക്നോളജിയാണ്. അപ്പൊ എന്തായിരിക്കും എനർജി, അല്ലേ? 6ാമത്തെ ലെയറാണ്, 6ാമത്തെ ഫോമാണ്. ഇനി കേൾക്കണോ, അതിന്റെയും മേലെ 7th and superlative and highest form of energy ഏതാണെന്ന് അറിയാവോ? ഏതാണെന്ന് പറയാവോ? അത്
എന്റെയും നിങ്ങളുടെയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഈ ബ്രെയിൻ എന്ന് പറയുന്ന തലച്ചോറ് എന്ന് പറയുന്ന അതിന്റെ ഉള്ളിലെ ഉള്ളടക്കമായിട്ട് ന്യൂറോണിൽ നടക്കുന്ന ആന്തോളനങ്ങളുടെയും സർവ്വചലനങ്ങളുടെയും സർവ്വവിനിമയങ്ങളുടെയും സർവ്വതരംഗങ്ങളുടെയും അഭൂതപൂർവമായ ഊർജ സ്രോതസ്സിന്റെ തോട്ട് എന്ന് പറയുന്ന ചിന്ത എന്ന് പറയുന്ന ഏറ്റവും ഉത്ഖനമുള്ള ദൈവികമായ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ടാണ് ദൈവപ്രമാണങ്ങളെല്ലാം, ദൈവിക ഗ്രന്ഥങ്ങളെല്ലാം, ദൈവികമായ എല്ലാ ദൈവത്തിന്റെ എല്ലാ സംഹിതകളും ചിന്തയെയാണ് പിടികൂടുന്നത്. നിങ്ങൾ വായിക്കുന്നില്ലേ എന്ന് 2 or 3 തവണ പറഞ്ഞിരിക്കാം. എന്നാൽ ഓരോ ലെസണിലും അതുപോലെ തന്നെ ഓരോ സൂക്തത്തിലും ഓരോ വായനയിലും നിങ്ങൾക്ക് അടിക്കടി നമ്മളെ തെര്യപ്പെടുത്തുന്ന, നമ്മളെ ഊർജപ്പെടുത്തുന്ന, നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന വചനം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ്. എന്തുകൊണ്ടാ? ഈ ചിന്ത കൊണ്ട് മാത്രമേ ലോകത്ത് ഈ ജീനിയസ് ആയ ലീഡർഷിപ്പിലൂടെ ഇവന്റെ ഭാവനയും ഇവന്റെ ജീവിതവും ഇവന്റെ മുന്നിലുള്ളവരുടെ ജീവിതത്തെയും പരിവർത്തിപ്പിക്കാനുള്ള പ്രധാനമായ ഒരു ഊർജ സ്രോതസ്സായി ഇൻഫ്ലുവൻസറായിട്ട് മാറാൻ ഇവന് സാധിക്കുള്ളൂ എന്നതുകൊണ്ടാണത്. അപ്പൊ ആ ചിന്തയെ പിടികൂടണം എന്ന് പറഞ്ഞത് ഈ ചിന്ത കൊണ്ട് തന്നെയല്ലേ ഇവിടെ പറക്കുന്ന വിമാനങ്ങൾ എങ്ങനെയുണ്ടായി അല്ലേ? റൈറ്റ് ബ്രദേഴ്സ് അന്ന് കേറി വീണ് അല്ലേ, അവിടുന്ന് അവര് പറഞ്ഞു ഞങ്ങൾ പറക്കുന്ന്. അപ്പൊ ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞു നിങ്ങൾ ഇനി പറക്കില്ല, നിങ്ങൾ ലോകത്തെ വഞ്ചിക്കാതിരുന്നാ മതി, ഈ കളവ് പ്രചരിപ്പിച്ചിട്ട് ലോകത്തെ വഞ്ചിക്കാതിരുന്നാ മതി എന്ന് പ്രിന്റ് ചെയ്ത പത്രം ഇപ്പോഴും മ്യൂസിയത്തിൽ കിടക്കാണ്, ന്യൂയോർക്ക് ടൈംസ്. അത് കഴിഞ്ഞ് 1, 2, 3, 4, 5, 6, 7ാമത്തെ ദിവസം അവർ പറഞ്ഞു ആ പറക്കലിന്റെ ഗതിവേഗത്തിൽ അതിന്റെ വലിയ അതിവേഗതയിലാണ് 380 എന്ന് പറയുന്ന ഡബിൾ ഡെക്കർ ആയിട്ടുള്ള 900 പേരും അവരുടെ ലഗേജും വെച്ച് പറക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയ വിമാനം നമ്മൾ ഉപയോഗിക്കുന്ന വിമാനത്തിലേക്ക് അത് എത്തിയത് ഒരു ചിന്തയുടെ ഫലനമാണ് അല്ലെ? വലിയ വലിയ അണക്കെട്ടുകൾ ഉണ്ടായത്, വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടായത്, ഈ ടെക്നോളജി ഉണ്ടായത്, ലോകത്തുള്ള അമ്പരപ്പിക്കുന്ന ഒരുപാട് കണ്ടെത്തലുകളുടെ അനുകൂലനങ്ങളിൽ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായത്. ഇനി ഡിസ്ട്രക്ഷൻ അല്ലെ, തകർക്കുന്ന കണ്ടെത്തലുകളാണ് വരുന്നത് അല്ലെ? എഐയുടെയും അതുപോലെ തന്നെ ഒരുപാട് ബ്ലോക്ക് ചെയിന്റെയും ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വിസ്മയങ്ങളുടെ ഒരു സുനാമിയാണ് വരാൻ പോകുന്നത്. ഇത് ഇപ്പൊ ഉള്ളതെല്ലാം നശിപ്പിച്ചിട്ട് ഒരു പുതിയ ലോകം 3000, 5000, 10000, 20000, 1 കോടിയോ വർഷം നമ്മൾ എത്തിപ്പെട്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 4 or 5 വർഷം കൊണ്ട് കംപ്ലീറ്റ് അടിച്ചു തുടച്ച് പുതിയൊരു ലോകം സൃഷ്ടിക്കുന്ന ചിന്തയുടെ വിപ്ലവാത്മകമായ കണ്ടെത്തലാണ് വരാൻ പോകുന്നത്. അതിലേക്ക് നയിക്കുമ്പോ എന്തിനാണ് ഈ കണ്ടെത്തൽ എന്ന ചോദ്യത്തിന് ജീവിതത്തിനാണ് എന്ന ഉത്തരം കൊടുക്കുന്ന പാഠശാലയുടെ ഗുരുകുലത്തിന്റെ പ്രസക്തിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതല്ല അതിൽ നിന്ന് എനിക്ക് പണം ഉണ്ടാക്കണം, ആ പണം കൊണ്ട് എനിക്ക് സുഖിക്കണം എന്ന ഒരൊറ്റ വരി ഉത്തരം, ഒരു ക്യാപ്സ്യൂൾ ഉത്തരം മാത്രം പഠിച്ചും പോകുന്ന വിദ്യാർത്ഥി വിനാശകരമായ ദുരന്തത്തിന് വേണ്ടി ലോകത്തെ എറിഞ്ഞു കൊടുക്കുന്ന ലീഡറായി തീരുക എന്നല്ലാതെ പോസിറ്റീവായ ജീനിയസ് ആയ ലീഡർഷിപ്പ് ദൈവികമായി ഇവിടെ സമർപ്പിച്ചു പോവാൻ അവന് സാധ്യമാവില്ല. അതാണ് നമ്മുടെ വിനാശകരമായ ദുരന്തം എന്ന് പറയുന്നത്. പഠനം തന്നെ ദുരന്തമാകുന്ന ആപൽക്കരമായ അപായകരമായ അവസ്ഥ. അതിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കട്ടെ. അതിന് ഉത്തേജകമായ ഏറ്റവും പ്രചോദിതമായ ഒരു നല്ല വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിന്റെ തലപ്പത്തുള്ള ഈ പ്രിൻസിപ്പളെ പോലെയുള്ള നല്ല അവഗാഹവും നല്ല ദീർഘവീക്ഷണവും നല്ല ഉൾക്കാഴ്ചയുമുള്ള ഒരു ടീമാണ് ഈ വിദ്യാലയത്തിന് മുന്നിൽ ഉള്ളത് എന്ന സമാധാനം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യാശിക്കാം നല്ലൊരു ഭാവിയെ, മുന്നോട്ടുള്ള ആ സ്വർഗീയമായ സുരക്ഷിതമായ പാതയെ. അതിലൂടെ നമ്മുടെ ലോകത്തെയും നമ്മുടെ സമൂഹത്തെയും നേരായ വഴിക്ക് നയിക്കുന്ന ജീനിയസ് ആയ ലീഡേഴ്സിനെ പാഷനേറ്റ് ആയിട്ട് ഹോബി പോലെ അവരുടെ ഉള്ളിൽ നിന്നുള്ള തിളക്കത്തിന്റെ ആ ബഹിർഗമനം, ആ സുനാമി പോലെ പുറത്തേക്ക്, ലാവ പോലെ, അഗ്നിപർവ്വത സ്ഫോടനം പോലെ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവരുടെ ദൈവികമായ കഴിവിന്റെ വെളിപാടുകളുടെ ദൃഷ്ടാന്തങ്ങളുടെ അനുഭവ സാക്ഷ്യമായിട്ട് നമ്മുടെ ഈ വിദ്യാലയത്തിനും അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ സംസ്കൃതിക്കും നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും മാറാൻ സാധിക്കട്ടെ. നമുക്കൊക്കെയും അതിന് ലീഡർഷിപ്പ് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ താങ്ക് യു വെരി മച്ച്. ഹലോ റസാഖ് സാർ, ഗ്രേറ്റ് താങ്ക്സ് ഫോർ യുവർ ഗ്രേറ്റ് വേർഡ്സ്. എന്തായാലും ഓക്കെ, മഹാനായ അക്കിതം കവിയുടെ വിയോഗം, അദ്ദേഹം ചരിത്രത്തിൽ ഒത്തിരി ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ട് വളരെ ദാർശനികമായിട്ടുള്ള ചിന്തകൾ, എന്താണ് വിദ്യാഭ്യാസം,
എല്ലാ സമസ്ത മേഖലയിലും ഒത്തിരി കോറിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് നമ്മൾ ഇന്ന് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ദാർശനികതയിലൂടെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, ജീവിതം എങ്ങനെയായിരിക്കണം, ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നമ്മൾ എങ്ങനെയാണ് രക്ഷിതാക്കളും അതുപോലെ അധ്യാപകരും കുട്ടികളും എങ്ങനെയാണ് ഇതിനെ കാണേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട്, വളരെ എന്താ പറയുക, വാക്ചാരുത കൊണ്ട് വളരെ ഭംഗിയായിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടിരിക്കാനും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനും സാധിച്ചു. സാർ വളരെയധികം താങ്ക്സ്. സാറിന്റെ ഇത്ര തിരക്കുള്ള സമയത്ത്, കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഒത്തിരി ആശയങ്ങൾ, ഒത്തിരി പോയിന്റുകൾ, എത്ര എഴുതി കഴിഞ്ഞാലും ഒത്തിരി പേജുകൾ, വലിയൊരു സമഗ്രമായ ഒരു ടോപ്പിക്കിന് ചെറിയൊരു സമയം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ, ഒരു കണ്ടന്റ് ബേസ് ആണെങ്കിലും വൈകാരികമാണെങ്കിലും ഒത്തിരി സയൻസ് പരമായ ഒത്തിരി കാര്യങ്ങൾ, ജീവിതമാണ് നമ്മൾ ജീവിക്കുക അല്ലെങ്കിൽ നമ്മളുടെ യുണീക്നെസിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് സാറ് പറഞ്ഞു. വളരെയധികം സന്തോഷം. ആ ചിന്തയുടെ പ്രഭാവം കൊണ്ട് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റുക, അങ്ങനെ നമ്മുടെ വ്യക്തിത്വം നമ്മുടെ സമൂഹത്തിന് ഓർമ്മയായിട്ട് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു +2 വരെയുള്ള ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ്, ഒരു പാരന്റ്സ് എങ്ങനെയാണ് കുട്ടികളുടെ അവരുടെ ഇൻട്രസ്റ്റ് ആണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും അവരുടെ സ്കില്ലാണെങ്കിലും അതിലെല്ലാം അതെങ്ങനെ നോക്കിക്കാണണം, അതിന്റെ ഒരു ക്രീമി ലെയർ ഫോം ചെയ്തുകൊണ്ട് ഒരു പാഷൻ ചെയ്തുകൊണ്ട് ജീവിതത്തെ സന്തോഷകരമാക്കുവാനും, സാറ് പറഞ്ഞതുപോലെ ആ ഒരു വോയിസ്, നമ്മുടെ വോയിസിനെ കണ്ടെത്തുകയും ആ വോയിസ് മറ്റുള്ളവരുടെ വോയിസ് ആയിട്ട് മാറുന്നതിന് ഉള്ള പ്രചോദനാത്മകമായ ചിന്തകൾ പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് സാർ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഞാൻ വീഡിയോ ഓഫ് ആണെങ്കിൽ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നല്ല. വളരെ സന്തോഷം. എന്തായാലും റസാഖ് സാർ, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഒരു പൂ ചോദിച്ച പൂക്കാലം കൊടുത്തു എന്നൊക്കെ പറയുന്ന പോലെ സാറിന്റെ ക്ലാസ് അതിങ്ങനെ ഒരു താഴെ ലെവലിൽ നിന്ന് അതിങ്ങനെ ഗ്രാഫ് ഉയർന്നു വന്ന് കുട്ടികളുടെ ഹൃദയം തന്നെ കീഴടക്കി പെട്ടെന്ന് അതിന്റെ ഒരു അങ്ങേ തലക്കിലെത്തുമ്പോ, അതായത് സ്വരം നന്നാകുമ്പോ പാട്ട് നിർത്തണം എന്ന് പറഞ്ഞാൽ സാർ അതിന്റെ അറ്റ്മോസ്റ്റിലെത്തിയപ്പോ അത് കുട്ടികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ, കുട്ടികൾക്ക് അത് കേൾക്കുന്ന ഓരോരുത്തർക്കും വിട്ടുകൊടുത്തുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ സാറ് ക്ലാസ് കുറെ നേരത്തെ ഇപ്പൊ ഷാഫി സാർ വിശദീകരിച്ച പോലെ സയന്റിഫിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞപ്പോ വലിയൊരു ക്ലാസ്, അതായത് മണിക്കൂർ കണക്കിനുള്ള ക്ലാസ് ലഭിച്ചതുപോലെയാണ് തോന്നിയത്. 1 മണിക്കൂറാണ് സാർ സെഷൻ ചെയ്തതെങ്കിലും അതിൽ കൂടുതൽ ലഭിച്ചതുപോലെ ഫീൽ ചെയ്തു. വളരെ സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഷാഫി സാർ ഇനി വേണ്ട പോലെ കൈകാര്യം ചെയ്തു. ഓക്കെ. റസാഖ് സാർ, ഒരു സ്റ്റുഡന്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം കാരണം വളരെ തിരക്ക്. ഓക്കെ. ഫാരിഷ, ഹലോ. ഹലോ സർ. സാറിനോട് ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്. ഹലോ സർ, ഞാൻ ഫാരിഷേശ്വരൻ DK. സാറിന്റെ ക്ലാസ് വളരെയധികം നന്നായിരുന്നു, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മോളെ. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് എന്ന് വെച്ചാല്, എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോ നമ്മൾ സങ്കടപ്പെടുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങനെ കഴിവില്ലല്ലോ എന്ന് കരുതിയിട്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കഴിവിനെ മനസ്സിലാക്കുന്നില്ല എന്നാണ് അവിടെ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് സ്വന്തമായിട്ട് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നല്ല ഒരുപാട് മക്കൾക്ക് വേണ്ടിയുള്ള ചോദ്യമാണിത്. നല്ല ചോദ്യമാണ്. നമ്മള് ഏറ്റവും പ്രധാനം നമ്മളെ ഗുരുക്കന്മാരെയും രക്ഷിതാക്കളെയും മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് കേട്ടോ. ഏറ്റവും പ്രധാനമാണ്. ഞാൻ ഇപ്പൊ തുടങ്ങിയ തന്നെ അക്കിത്തം എന്നെ പഠിപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ, പക്ഷെ നമ്മുടെ ഗുരു ആണല്ലോ. ആ ഗുരു ദക്ഷിണ വെക്കാതെ നമ്മൾ വാക്ക് തുടങ്ങാൻ പാടില്ല. രക്ഷിതാക്കളെ മറന്നുകൊണ്ട് നമുക്കൊന്നും സാധിക്കില്ല. ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തത്, പ്രപഞ്ചത്തെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക മക്കളെ. പ്രപഞ്ചത്തിലെ ഓരോ ചലനങ്ങളും എത്രമാത്രം സർഗാത്മകമാണ്, എത്ര കാവ്യാത്മകമാണ്, എത്ര സുന്ദരമാണ്, എത്ര ലളിതമാണ്, എത്ര സാവകാശമാണ്, എത്ര എന്താ പറയാ, എത്ര അവധാനതയോട് കൂടിയാണ് അതെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ധൃതിയില്ലല്ലോ, ഒന്നും ധൃതിയില്ലല്ലോ. അതിനൊരു താളക്രമമുണ്ട്. അതിലേക്ക് നമ്മൾ ഊളിയിട്ടിറങ്ങുമ്പോൾ നമ്മൾ തന്നെ ഒരു മെഡിറ്റേഷന് വിധേയാവുകയാണ്. പിന്നെ 3, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളോട് കൂടി നമ്മുടെ ദൈവത്തെ നമ്മൾ പ്രണമിക്കുക, സമർപ്പിക്കുക എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് വലിയൊരു പോസിറ്റിവിറ്റി കിട്ടും. 4-മത്തത്, നമ്മൾ പോസിറ്റീവായ ആളുകളുമായിട്ട് നന്നായിട്ട് ഇടപഴകുക.
പോസിറ്റീവായ ആളുകളുമായിട്ട്. ചെറുപ്പമാകുമ്പോൾ നെഗറ്റീവായ ആളുകളെ നിങ്ങൾക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ മെല്ലെ മെല്ലെ ഒഴിവായിട്ട് പോസിറ്റീവായ ആളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. പോസിറ്റീവായ കൂട്ടുകെട്ട്. ഇനി നെഗറ്റീവായ ഒരാളുണ്ടെങ്കിൽ ഒഴിവാക്കല്ല, അവന് പോസിറ്റീവാക്കി മാറ്റാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക. ഒരു കൂട്ടായ്മയിലൂടെ, ഒറ്റയ്ക്ക് പറ്റൂല, കൂട്ടായ്മയിലൂടെ. കാരണം എന്താ പറയുക, നെഗറ്റീവ് വേഗം പകരും, രോഗം പെട്ടെന്ന് പകരും. ആരോഗ്യം അത്ര വേഗം പകരൂല മോളെ, അല്ലെ? ആരോഗ്യമുള്ള ഒരാളടുത്ത് നിന്നാൽ ചിലപ്പോൾ ആരോഗ്യം പകർന്നിട്ടില്ല, രോഗം പെട്ടെന്ന് പകരുമല്ലോ. കണ്ടില്ലേ, കൊറോണയും കോവിഡും നമ്മൾ എന്തൊക്കെയാണ്, മൂക്ക് കയറും, കയ്യിലെ സോപ്പും എന്തൊക്കെയാണ്, അല്ലെ? 4. അഞ്ചാമത്തത് ഇൻസ്പിറേഷണൽ റീഡിങ്സ്. നമ്മളെ നന്നായിട്ട് പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങൾ ദിവസവും നമ്മുടെ ശരീരത്തിന് ഭക്ഷണം കൊടുക്കും പോലെ ആത്മാവിനും മനസ്സിനും പ്രചോദിപ്പിക്കുന്ന ആത്മഭക്ഷണവും അതുപോലെ മനസ്സിന്റെ ഭക്ഷണവും കൊടുത്തോണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അത് ശോഷിച്ചു പോകും, അത് ക്ഷീണിച്ചു പോകും, അത് നമ്മളോട് പിണങ്ങും, പിറകോട്ട് പോകും, അല്ലെ? 5. പിന്നെ എന്താണ്? പിന്നെ നമ്മള് നന്നായിട്ട് കളിക്കണം, ശരീരം ഇളകി കളിക്കണം. ആ കളിയിലുണ്ടല്ലോ, കൂട്ടായ്മയുടെ കളിയിൽ കിട്ടുന്ന പോസിറ്റീവ് എനർജിയോളം നമുക്ക് വേറെ എവിടെയും കിട്ടൂല. ഇളകി കളിക്കണം. കുട്ടികളാണെങ്കിൽ കളിച്ചിരിക്കണം, 1 മണിക്കൂർ കളിച്ചിരിക്കണം, നന്നായിട്ട് കളിച്ചിരിക്കണം. പിന്നെ നിങ്ങളുടെ ഹോബി എന്താണോ അതിലേക്ക് കുറച്ച് സമയം ചെലവഴിക്കണം. പിന്നെ നമ്മുടെ ദിവസത്തെ ചിട്ടപ്പെടുത്തണം. കാരണം ഒരു ദിവസം എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ആയുസ് കേട്ടോ. എല്ലാവരും പറ്റിപ്പോകുന്ന ഒരു അബദ്ധമാണ്. ഒരു ആയുസിന്റെ എപ്പിസോഡ്, ഒരു ആയുസിന്റെ ഒരു പരിച്ഛേദം, ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ്. ഒരു ദിവസത്തെ നോക്കിയാൽ ഒരു വലിയ മനുഷ്യനെ ഒരാളെ നിർണ്ണയിക്കാൻ പറ്റും. അയാളുടെ എഴുന്നേൽക്കുന്നത്, അയാൾ കിടക്കുന്നത്, അയാൾ ഉറങ്ങുന്നത്, അയാൾ വെള്ളം കുടിക്കുന്നത്, അയാൾ ഭക്ഷണം കഴിക്കുന്നത്, അയാൾ എക്സസൈസ്, അയാളുടെ ചിട്ടവട്ടങ്ങൾ, അയാൾ സമയബോധത്തിന്റെ ഗൗരവാവസ്ഥ, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിലേക്ക് ചിട്ട വെക്കുന്ന ആളുകൾക്ക് പോസിറ്റീവായ റിസർവർ എന്നുള്ള എനർജി ഇങ്ങനെ വന്ന് നിറയും. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മളൊരു ടാങ്കായി മാറും. അപ്പൊ നമ്മുടെ ചുറ്റിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണെന്നും നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയണമെന്നും ആഗ്രഹിച്ച് മോഹിച്ച് നമ്മളെ അടുത്ത് ഇങ്ങനെ വട്ടം കൂടും കേട്ടോ. അപ്പൊ അറിയാം നമ്മളിലെ പോസിറ്റീവായി. സാർ പറഞ്ഞ വളരെയധികം ശരിയാണ്. ഈ വാക്കുകൾ എന്നെ സ്വാധീനിച്ചതുപോലെ മറ്റുള്ളവരെയും സ്വാധീനിക്കുമെന്നത് തീർച്ചയാണ്. ഇത് എന്റെ ജീവിതത്തിൽ ഒരു വലിയ ഇമ്പോർട്ടന്റ് തോട്ട്സ് തന്നെയാണ്. അതുകൊണ്ട് വെരി താങ്ക് യു സർ. റസാഖ് സാർ 9th സ്റ്റുഡന്റ് ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ല മോള്, അവള് നല്ല ഇൻസൈറ്റ് ഉണ്ട്. അത് എല്ലാവർക്കും പകർന്നു കൊടുക്കട്ടെ. അവള് ഒരു ഗുരുവായി മാറട്ടെ. വലിയ താങ്ക്സ് സാർ. എന്തായാലും നമ്മുടെ ഗുരുക്കന്മാരുള്ള ആ ഉൾക്കരുത്ത് കൊണ്ട് കുട്ടികളുടെ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവട്ടെ എന്ന് പറയുന്ന സാറിന്റെ വാക്കുകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കും. തീർച്ചയായിട്ടും നമുക്കത് അവസാനിപ്പിക്കാം. വളരെ തിരക്കുള്ള സമയത്ത് 1 hour തന്നെ സാറെ ഞങ്ങൾക്ക് മാറ്റിവെച്ചല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നേരിട്ട് കോവിഡിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം സ്കൂളിലേക്ക് ഒരു പാരന്റ്സിനും കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യണം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം. വോട്ട് ഓഫ് താങ്ക്സോട് കൂടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി നമ്മുടെ സ്കൂൾ മെന്റർ ആയിട്ടുള്ള അനിൽദാസ് സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സാർ. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സർ, IS സ്കൂൾ തൃത്താലയും JCI വളാഞ്ചേരിയും കൂടി സംഘടിപ്പിച്ച നമ്മുടെ വെബിനാർ സീരീസിലെ ഇന്ന് നമ്മളോട് സംസാരിച്ച റസാഖ് സാറ്, അദ്ദേഹം വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും എങ്ങനെ മനുഷ്യൻ സമ്പന്നനാവാം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ റസാഖ് സാറ്, അതുപോലെ പ്രിയപ്പെട്ട ഷാഫി സാർ, അമീൻ സാർ, IS-ന്റെ മാനേജ്മെന്റ് അംഗങ്ങൾ, PTA, എല്ലാ ടീച്ചേഴ്സ്, അതുപോലെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, പാരന്റ്സ്, എല്ലാവരോടും ഈ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ. എന്തായാലും ഒരിക്കൽ കൂടി പ്രത്യേക സന്തോഷമുണ്ട് നിങ്ങളെ സ്കൂളുമായിട്ട് ബന്ധപ്പെടാൻ. വളരെയധികം സന്തോഷം. കാരണം നമ്മുടെ കുട്ടികളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവരിലൊരു ഒരു ഓട്ടോ അല്ലെങ്കിൽ സെൽഫ് ഇമേജ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഏതൊരു പ്രതിസന്ധിയിലും വളരെ പോസിറ്റീവായിട്ട് അവരുടെ അടുത്ത് വരുന്നവരൊക്കെ സാറ് പറഞ്ഞ പോലെ ആ ഒരു സ്പ്രെഡിങ് അല്ലെങ്കിൽ ആ ഒരു പ്രസരണം മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടുള്ള കുട്ടികളെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാം ഇങ്ങനെ പ്ലാൻ ചെയ്തത്. തീർച്ചയായിട്ടും പല പ്രതിസന്ധികളും ഇതിൽ നമുക്കുണ്ട് എങ്കിൽ പോലും
വരും കാലങ്ങളിൽ അതെല്ലാം മറ്റുള്ളവർക്ക് ഒരു ഗുണകരമാകുമെന്നുള്ള വലിയൊരു ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും സാറിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും, ഇതിന് ടെക്നിക്കൽ സപ്പോർട്ട് തന്ന മുജീബ് സാറിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നെയ്തുകൊണ്ട് അടുത്ത നമ്മുടെ ഞായറാഴ്ച വരുന്നത് ഡോക്ടർ ജിജി വിജയനാണ്. നമ്മുടെ വിജയൻ സാറിന്റെ വൈഫായിട്ടുള്ള കുട്ടികളുടെ എക്സലൻസ് എങ്ങനെ റൈസ് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു ടോപ്പിക്കാണ് ടീച്ചർ വരുന്നത്. അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള ഡിസംബർ വരെ ഫുള്ള് എൻഗേജ്ഡ് ആയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ളവരുടെ നിറസാന്നിധ്യം കൊണ്ട് ഈ ഒരു വെബിനാർ സീരീസ് മുന്നോട്ട് പോകുമ്പോൾ സാറിന്റെ നിറസാന്നിധ്യം ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ്. താങ്ക് യു സാർ, താങ്ക് യു സാർ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒക്കെ ആ പോസിറ്റിവിറ്റി നമുക്ക് കൂടെ പ്രചോദനമാണ്. എല്ലാവരോടും ഉള്ള പ്രത്യേക നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ, പ്രത്യേകിച്ച് ഷാഫി സാറും ടീമും. താങ്ക് യു. ആൻഡ് JCI വളാഞ്ചേരി. Thank you. Thank you, sir. Okay. Thank you, sir. Thank you, sir. Thank you. Thank you. Adjourned GLA Shafi sir. Okay. This meeting is adjourned. Thank you all. Okay, with all your permission, let me. Okay, Mujib sir. Okay. Thanks, sir. Thanks for your great support. Okay. Thank you, sir.